അപ്പോൾ ഇന്ന് നമ്മള് വളരെ സുപ്രധാനമായ ഒരു കാര്യം ആദ്യം ഡിസ്കസ് ചെയ്യും. അതായത് നമ്മുടെ ഈ ഒരു സമയത്തിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ രാവിലെ അല്ലെങ്കിൽ 4:30, 4:30 അല്ലെങ്കിൽ ഈ ഒരു അതിരാവിലെ എന്ന് പറയുന്ന സമയത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അതിനു മുമ്പ് ഒരു ചെറിയ ഒരു 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 കഥ പറഞ്ഞിട്ട് നമുക്കങ്ങ് തുടങ്ങാം. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു ഭയമാണ്. ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും. നമ്മൾ ജയിക്കുവോ, അല്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ പഠിച്ചാൽ മതിയോ, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയോ എന്നുള്ളൊരു ഭയം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു പേടി, ചെറിയൊരു പേടി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഭയം തോന്നുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു ചെറിയൊരു ഒരു കുഞ്ഞു കഥ നമ്മൾ കേട്ട ഒരു കഥയാണ്. അതായത് പണ്ട് നമ്മളെ പോലെ തന്നെ ഉള്ള ഒരാള് പണ്ടൊരു സെൻ ഗുരുവിനെ കാണാൻ പോയി. ഒരു ഗുരുവിനെ കാണാൻ പോയി. അപ്പൊ ആ ഗുരുവിനോട് അദ്ദേഹം പറഞ്ഞ കാര്യം, ഗുരു എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഒരു ഭീരുവാണ്. എല്ലാ കാര്യത്തിലും എനിക്ക് ഭയങ്കര ഭയമാണ്. ഞാൻ ഒരു മത്സരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പരാജയപ്പെടുമോ എന്ന് ഭയം. ഒരു പരീക്ഷ എഴുതാനായിട്ട് പോയി കഴിഞ്ഞാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റില്ലെങ്കിലോ എന്ന ഭയം. വെറുതെ ഒരു വഴിയിലേക്ക് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ വല്ല വണ്ടി വന്ന് ഇടിക്കുമോ എന്നുള്ള ഭയം. അങ്ങനെ ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഭയം, പേടിയാണ് എന്നെ മുൻപോട്ട് നയിക്കുന്നത് എന്ന് ഈ ഗുരുവിനോട് ഈ മനുഷ്യൻ പറയാണ്. അപ്പൊ ഗുരു കുറച്ചേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഇവന് പേടിയാണ് ഇവന്റെ ഭയം. ഓക്കെ, ശരി, എന്താ ചെയ്യുക എന്ന് ആലോചിച്ചിട്ട് ഗുരു ഇയാളോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ എന്റെ ആശ്രമത്തിലേക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ എന്റെ അടുക്കലേക്ക് വന്ന സമയത്ത് വഴിയിലൊരു ചെറിയ ഒരു ഗ്രാമം അല്ലെ, ഒരു ചെറിയൊരു വില്ലേജ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ ശ്രദ്ധിച്ചു, ഞാൻ അതുവഴി പാസ് ചെയ്താണ് ഇങ്ങോട്ട് വന്നത്, ഞാൻ അവിടെ വണ്ടിയൊക്കെ ഒന്ന് നിർത്തി ആൾക്കാരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തായിരുന്നു എന്ന് ഇയാൾ മറുപടി കൊടുത്തു. അപ്പൊ ഈ ഗുരു പറഞ്ഞു, നിന്റെ ഈ ഒരു പ്രശ്നം മാറുന്നതിന് വേണ്ടി നീ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നീ നേരെ ആ ഗ്രാമത്തിലേക്ക് പോവുക, ആ വില്ലേജിലേക്ക് പോവുക. ആദ്യം കാണുന്ന ഒരു 20 ആൾക്കാരോട് ആദ്യം കാണുന്ന ഒരു 20 ആൾക്കാരോട് ഞാനൊരു ഭീരുവാണ് എന്ന് കണ്ട് പറഞ്ഞിട്ട് വരിക എന്ന് പറഞ്ഞു. അതായത് നീ ആ നേരെ ഗ്രാമത്തിലേക്ക് പോവുക, എന്നിട്ട് ആദ്യം കാണുന്ന ഒരു 20 പേരോട്, അതെ സുഹൃത്തെ, ഞാനൊരു ഭീരുവാണ് കേട്ടോ, ഞാനൊരു പേടിത്തൊണ്ടനാണ് എന്ന് 20 പേരോട് പറഞ്ഞിട്ട് തിരിച്ചു വരാൻ ഈ ഗുരു പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, ഗുരു, എന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്ന ആൾക്കാരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടി എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ എങ്ങനെ 20 പേരോട് ഞാൻ ഭീരുവാണ് എന്ന് പറയും എന്ന് ഇയാൾ തിരിച്ചു ചോദിച്ചു. ഗുരു പറഞ്ഞു, ചികിത്സ ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി ചെയ്തിട്ട് വരിക എന്ന് ഇദ്ദേഹം പറഞ്ഞു, ഗുരു പറഞ്ഞു. വേറെ നിവൃത്തിയില്ലാതെ ഈ മനുഷ്യൻ ആ ഗ്രാമത്തിലേക്ക് പോയി. ചെന്ന് നോക്കിയപ്പോൾ നല്ല ഇഷ്ടംപോലെ ആൾക്കാരുള്ള ഗ്രാമമാണ്. അതുകൊണ്ട് 20 പേരെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. പക്ഷേ ആദ്യത്തെ ആളോട് എങ്ങനെ മുഖത്ത് നോക്കി ഈ കാര്യം പറയും എന്നൊരു ഒരു ടെൻഷൻ കാരണം ഒരാഴ്ച ഇയാൾ ഗുരുവിനെ കാണാൻ പോയില്ല. ആഴ്ചയോളം ഇയാൾ തിരിച്ച് ഗുരുവിന്റെ അടുത്ത് എത്തിയില്ല. പിന്നെ അവസാനം വേറെ നിവൃത്തിയില്ലാതെ, ഒരു രക്ഷയില്ലാതെ ഇയാൾ ഇത് പറയാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ ഗ്രാമത്തിൽ ചെന്നു. ആദ്യത്തെ ആളെ വിളിച്ചു. എന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി ഒരു ആ, വളരെ ടെൻഷൻ അടിച്ച് ഇയാളോട് പറഞ്ഞു, അതെ സുഹൃത്തെ, ഞാനൊരു പേടിച്ച് പേടിത്തൊണ്ടനാണ്, ഞാനൊരു ഭീരുവാണ് കേട്ടോ എന്ന് ആദ്യത്തെ ആളോട് പറഞ്ഞു. ആ ആ തന്റെ ജീവിതത്തിൽ അയാൾ എടുത്ത ഏറ്റവും വലിയ റിസ്ക് ആയിട്ടാണ് അദ്ദേഹത്തിന് ആ കാര്യം തോന്നിയത്. അങ്ങനെ ആദ്യത്തെ ആളോട് ഭീരുവാണ്, ഞാനൊരു ഭീരുവാണ് കേട്ടോ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആളോട് പറഞ്ഞു. മൂന്നാമത്തെ ആളോട് പറഞ്ഞു. നാലാമത്തെ ആളോടും അയാൾ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ അയാൾക്ക് അടുത്ത ആളോട് പറയാനായിട്ടുള്ള ഒരു ഭയം പതുക്കെ കുറഞ്ഞു വന്നു. പിന്നെ അഞ്ചാമത്തെ ആളോട് പറഞ്ഞു. ആറാമത്തെ ആളോട് പറഞ്ഞു. ഏഴാമത്തെയും എട്ടാമത്തെയും ആൾക്കാരോടൊക്കെ ഇയാൾ ഇത് പറയുന്നതിനനുസരിച്ച് ഞാൻ ഭീരുവാണ് എന്ന് പറയാനുള്ള ധൈര്യം ഇയാൾക്ക് കൂടി കൂടി വന്നു. അത് ഞാനൊരു പേടിത്തൊണ്ടനാണ് അല്ലെങ്കിൽ ഞാനൊരു ഭീരുവാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഇയാൾക്ക് കൂടി 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 വന്നു. അങ്ങനെ ഇയാൾ ഓടി നടന്ന് പറയാൻ തുടങ്ങി എല്ലാവരോടും, ഞാനൊരു ഭീരുവാണ്, ഞാനൊരു ഭീരുവാണ്, ഞാനൊരു ഭീരുവാണെന്ന് എല്ലാവരും ഓടി നടന്ന് പറയാൻ തുടങ്ങി. അവസാനം ആ ഗ്രാമത്തിൽ നിന്ന് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാനൊരു ഭീരുവാണ്, ഞാനൊരു പേടിത്തൊണ്ടനാണെന്ന് ആ ഗ്രാമത്തിന് നടുക്കോട്ട് ഇറങ്ങി നിന്നിട്ട് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാനൊരു പേടിത്തൊണ്ടനാണ് അല്ലെങ്കിൽ ഞാനൊരു ഭീരുവാണ്. അത് സാധാരണ രീതിയിൽ ഇത്തരം ഒരു കാര്യം മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ, നമുക്കൊരു സങ്കടമാണ് ഉണ്ടാവുക. പക്ഷെ ഇയാൾ പൊട്ടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ഞാനൊരു ഭീരുവാണ് എന്ന് ആ ഗ്രാമത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഇയാൾക്ക് സന്തോഷമാവുകയാണ്.
ഇയാൾ ഓടി ഈ ഗുരുവിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഗുരു, എനിക്കിനി ഒരു ടെൻഷനും ഇല്ല, എനിക്ക് ഒരു ഭയവും ഇല്ല. കാരണം ഞാൻ ഒരു 20 പേരോടല്ല, ഒരു ഗ്രാമത്തിന്റെ മൊത്തം മുഖത്ത് നോക്കി ഞാനൊരു ഭീരുവാണ് എന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞത് തന്നെ എന്റെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. അതുകൊണ്ട് എനിക്കിനി ഭയമില്ല, എനിക്കിനി പേടിയില്ല, ഞാൻ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും എന്ന് ഗുരുവിനോട് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, ഓക്കെ, ഇനി നിനക്ക് ചികിത്സയൊന്നുമില്ല, ഇത് തന്നെയായിരുന്നു എന്റെ ചികിത്സ. നിന്റെ പ്രശ്നം എന്താണ് എന്ന് നീ സ്വയം തിരിച്ചറിയുകയും അത് തിരുത്താനായിട്ട് നീ തന്നെ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതേ ഇതിനകത്ത് ചികിത്സയുള്ളൂ. അതുകൊണ്ട് ഇനി നിനക്ക് ഇവിടെ നിൽക്കണ്ട, ഈ ധൈര്യമായിട്ട് തിരിച്ചു പൊക്കോളുക എന്ന് ഈ ഗുരു മറുപടി കൊടുക്കുക. അപ്പൊ ഈ പരീക്ഷയെ സമീപിക്കുന്ന അല്ലെങ്കിൽ മത്സര പരീക്ഷകൾ എഴുതുന്ന എല്ലാവരുടെയും പ്രശ്നമാണ് ഇദ്ദേഹം നേരിടുന്ന ഒരു പ്രശ്നം. പരീക്ഷ എഴുതിയാൽ ഞാൻ തോറ്റുപോകുമോ, അല്ലെങ്കിൽ പരീക്ഷ എഴുതിയാൽ എന്റെ ഉത്തരങ്ങൾ തെറ്റിപ്പോകുമോ എന്ന് വിചാരിച്ച് പരീക്ഷയെ എഴുതാതിരിക്കുന്ന ഒരു ട്രെൻഡ് നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ വിചാരിച്ച്, അല്ലെങ്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എഴുതി അല്ലെങ്കിൽ പ്രാക്ടീസ് ടെസ്റ്റുകളൊക്കെ എഴുതുമ്പോൾ മാർക്ക് കുറഞ്ഞു പോകുന്നല്ലോ എന്ന് വിചാരിച്ച് എന്നാൽ ഇനി PSC പരീക്ഷയെ എഴുതണ്ട എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ എഴുതിയ പരീക്ഷയ്ക്ക് എനിക്ക് പ്രതീക്ഷിച്ച റാങ്കിന് വരാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് ഇനി ഇത് ശ്രമിക്കുന്നേ ഇല്ല എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഓരോ ദിവസം കൂടുമ്പോഴും PSCയുടെ പരീക്ഷ പാടായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, അതുകൊണ്ട് ഞാൻ നിർത്തുവാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ ഇവരോടൊക്കെ നമുക്ക് പറയാനുള്ളൊരു കാര്യം ഇത്രേ ഉള്ളൂ, നമ്മളൊക്കെ പരാജയപ്പെട്ടിട്ട് തന്നെയാണ് വീണ്ടും വീണ്ടും പരീക്ഷകൾ എഴുതുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരും ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ പരാജയപ്പെട്ടിട്ടുള്ളവരാണ്. ഒരു പരാജയം പോലും ഇല്ലാത്തൊരു മനുഷ്യനെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജനിച്ച് വീണ കൊച്ച് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ജീവിതത്തിൽ ഒരു തവണയും പരാജയപ്പെട്ടിട്ടില്ലാത്ത ഒരാളെ ചൂണ്ടിക്കാണിക്കാമെന്ന് ചോദിച്ചാൽ ഇപ്പൊ ജസ്റ്റ് ജനിച്ചു വീണ ഒരു കൊച്ചിനെ ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അതല്ലാത്ത എല്ലാവരും എന്തെങ്കിലുമൊക്കെ രീതിയിൽ പരാജയപ്പെട്ടവർ. നടക്കാൻ ശ്രമിച്ചിട്ട് അങ്ങനെ പറ്റാതെ ആദ്യത്തെ പരാജയം, സംസാരിക്കാൻ ശ്രമിച്ചിട്ട് അങ്ങനെ പറ്റാതെ രണ്ടാമത്തെ പരാജയം, അങ്ങനെ നമ്മളൊരു കുഞ്ഞു പിച്ച വെച്ച് നടക്കുന്ന കാലം മുതൽ ഇന്ന് വരെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ തോറ്റോണ്ടിരിക്കുക, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെയാകുമ്പോൾ ഈ കേവലം ഒരു 1-2 പരീക്ഷകൾക്ക് പരാജയപ്പെട്ടു എന്നതിന്റെ പേരിൽ നമ്മുടെ കരിയർ തന്നെ അവസാനിപ്പിക്കുന്ന ആൾക്കാർ ലോകത്തിലെ ഏറ്റവും വലിയ ഭീരുക്കളാണ്. അവരാണ് ഏറ്റവും വലിയ പേടിത്തൊണ്ടന്മാർ. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇത്രേ ഉള്ളൂ, നിങ്ങളൊരു നല്ല സമയം ചൂസ് ചെയ്ത് കഴിഞ്ഞു, നല്ലൊരു സമയം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി നിങ്ങൾ ജസ്റ്റ് റിസ്ക് അങ്ങ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക, മുമ്പോട്ടേക്ക് ഇറങ്ങുക. നമ്മുടെ കഴിവും നമ്മുടെ വീക്ക്നെസ്സും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. ആദ്യമൊക്കെ നല്ല മാർക്കൊക്കെ കുറവായിരിക്കും, ഒരു പ്രശ്നമാക്കുക വേണ്ട. വീണ്ടും 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 ഓരോ തവണ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും കുറഞ്ഞത് ഒരു 1/2 മാർക്കെങ്കിലും അല്ലെങ്കിൽ 1 മാർക്കെങ്കിലും കൂടുതൽ മേടിക്കും എന്നുള്ളൊരു ആഗ്രഹത്തോടെ വർക്ക് ചെയ്യുക. അതിനുള്ള ഏറ്റവും പറ്റിയൊരു സമയമാണ് നമ്മുടെ ഈ രാവിലത്തെ സമയം എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു 3:30, 4, 4:30 ഈ ഒരു സമയത്തെ, അല്ലെങ്കിൽ സൂര്യൻ കിഴക്ക് വെള്ള കീറി വരുന്ന ഈ ഒരു സമയത്തെ നമ്മൾ പറയുന്നത് ബ്രാഹ്മ മുഹൂർത്തം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സൃഷ്ടാവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സമയം എന്നാണ് നമ്മൾ പറയാം. അതായത് ഒരു പഴയ ദിവസം കഴിഞ്ഞ് പുതിയ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പകലിനെ സ്വീകരിക്കാനായിട്ട് പ്രകൃതി റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത്. അപ്പൊ ഈ ഒരു ടൈമിന്റെ പ്രത്യേകത വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോസ്മിക് എനർജി നമ്മുടെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ഈ ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമയം ഇന്നത്തെ ഈ ഒരു 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ഒരു എയർ, ഒരു വായു ഈ ഒരു 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല. ഇത്രയും ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഇത്ര ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇനി വരാൻ പോകുന്ന 24 മണിക്കൂറിനിടയ്ക്ക് ഒരിടത്തും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഈ ഒരു ബ്രാഹ്മ മുഹൂർത്തം, അല്ലെങ്കിൽ ഈ ഒരു രാവിലെ 4, 4:30, 5 മണി വരെയുള്ള വളരെ സേഫ് ആയിട്ടുള്ള സമയം. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള്, നമ്മൾ പഠിക്കുന്ന സംഗതികള്, മനസ്സിലാക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് അങ്ങോട്ട് ക്രിയേറ്റീവായിട്ട് ഡെവലപ്പ് ആവും. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ ചിന്തിക്കും, മനസ്സിലാക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഈ അതിരാവിലെ എഴുന്നേറ്റ് വർക്ക് ചെയ്യുന്നത് മൂലം നമുക്ക് ഒരുപാട് അറിവ് നേടാൻ പറ്റും എന്ന് പറയുന്നത്. കാരണം നല്ല ഫ്രഷ് എയറാ, വേറെ മലിനീകരണങ്ങളൊന്നുമില്ല, വളരെ ഫ്രഷ് ആയിട്ടുള്ള എയറാ. ഈ ഈ ഫ്രഷ് എയർ ശ്വസിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഒരു ഒരു ഫ്രഷ് ഫീല് കിട്ടും. അപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് പതുക്കെ വാതിലൊക്കെ തുറന്നിട്ട്, മുറ്റത്തോട്ട് ഇറങ്ങാനൊന്നും പറയുന്നില്ല, പതുക്കെ തിണ്ണയിലോ വരാന്തയിലോ ഒക്കെ നല്ലൊരു എയർ കിട്ടുന്ന സ്ഥലത്ത് നിന്നിട്ട് ഒരു 10-20 തവണ
ജസ്റ്റ് ഒന്ന് ശ്വാസം വലിച്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ആ ശ്വാസം ഒന്ന് പുറത്തേക്ക് കളഞ്ഞാൽ തന്നെ ഏറ്റവും നല്ലൊരു ഫ്രഷ് എക്സർസൈസ്, ഫ്രഷ് ഫീൽ നിങ്ങൾക്ക് കിട്ടും. ഈ യോഗ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു സമയം ഈ ഒരു ബ്രാഹ്മമുഹൂർത്തം. നിങ്ങൾ വെറുതെ ഒരു 10-15 തവണ ശ്വാസം അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിട്ടാൽ പോലും നല്ല ഒരു ഫ്രഷ് ഫീൽ നിങ്ങൾക്ക് കിട്ടും. അത് ഈ രാവിലെ ഈ ഒരു സമയത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ടൈം നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ പ്രഷ്യസ് ആണ്. അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളത് ഈ കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാമിന്റെ ഒരു ലക്ഷ്യമാണ് കേട്ടോ. അതിപ്പോ ഏത് രീതിയിലാണെങ്കിലും ഈ ഒരു സമയത്തിന്റെ ആ ഒരു ബെനിഫിറ്റിനെ നമ്മുടെ റാങ്ക് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് സാധിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് വേണ്ടതായിട്ടുള്ള എന്ത് ഹെൽപ്പുകളും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് മാക്സിമം ഉപയോഗിക്കുക, ഈ സമയത്തെ മാക്സിമം യൂസ് ചെയ്യുക. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ക്ലാസ് കഴിയും. പതുക്കെ നിങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ആ സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന, കിഴക്ക് സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന കാഴ്ചയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ഒരു 2 മിനിറ്റ് അതിലേക്കൊക്കെ ഒന്ന് നോക്കി നിന്ന് അങ്ങനെ നിൽക്കുമ്പോ തന്നെ എന്ത് ശാന്തമായ, അല്ലെങ്കിൽ എന്ത് നല്ലൊരു കാഴ്ച അല്ലെ. ഒരു ദിവസം അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷൻ ഇതിനും അതിനുശേഷം നമുക്ക് പിന്നെ കാണാൻ കിട്ടില്ല. ആ സൂര്യൻ പുതിയൊരു പകലിനെ സ്വീകരിക്കുന്ന ആ ഒരു ബെസ്റ്റ് ടൈം. പണ്ട് കാരണന്മാര് കിഴക്ക് വെള്ള കീറുന്ന സമയം എന്ന് പറയാം. ആ ഒരു സമയം, ആ ഒരു കാഴ്ച, അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷൻ ഒന്നും പിന്നെ ആ ഒരു 24 മണിക്കൂറുള്ളിൽ നമുക്ക് കിട്ടിയെന്ന് തരത്തില്ല. അതുകൊണ്ട് അത് എൻജോയ് ചെയ്യുക, ആ ഒരു ഫ്രഷ് ഫീൽ അനുഭവിക്കുക. അതിനനുസരിച്ച് നമ്മുടെ പുതിയ കണ്ടന്റുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. അത് വീണ്ടും ആ ഒരു ദിവസം വീണ്ടും വീണ്ടും ചിന്തിച്ച് റിവൈസ് ചെയ്യുക. നമ്മുടെ എക്സാം പേപ്പറുകളിലേക്ക് ഈ മാർക്കിനെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയം കൊണ്ട് ചെയ്യാൻ പറ്റണം. അതിനുള്ള എല്ലാവിധ സഹകരണങ്ങളും നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഇനി നമ്മൾ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് നമ്മുടെ ഒരു പരീക്ഷയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു PSC പരീക്ഷയെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെ ആ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യണം, നമുക്ക് കിട്ടുന്ന 1.5 മണിക്കൂറിനെ ഏത് രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു റാങ്ക് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ള വലിയ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് സുബിൻ സാർ കേട്ടോ. നമുക്ക് തരുന്ന ആ 1.5 മണിക്കൂർ കൊണ്ട് എങ്ങനെ നല്ലൊരു റാങ്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ചോദ്യം, അത് അറിവ് കൊണ്ടാണോ, അതോ കഴിവ് കൊണ്ടാണോ, അതോ സ്കില്ല് കൊണ്ടാണോ, അതോ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണോ എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ് സാറ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പിന്നീട് ഒരുപാട് പരീക്ഷകളിൽ ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ സാറിലേക്ക് നമ്മുടെ മൈക്ക് കൈമാറാണ്. സാറ് കേൾക്കാലോ സുബിൻ സാറേ? അതായത് നമ്മളിന്ന് 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ ദിവസമാണ്. നിങ്ങൾക്ക് ആ ഷെഡ്യൂൾ കിട്ടിക്കാണും. നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ഉണ്ട്. ഫെബ്രുവരി 10 വരെയുള്ള ഷെഡ്യൂൾ ഉണ്ട്. തിങ്കളാഴ്ച മുതലാണ് നമ്മൾ അക്കാഡമിക് പ്രോഗ്രാം, അതായത് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണും, ഇമ്പോർട്ടന്റ് ആക്ട്സ് വെച്ചാണ് നമ്മൾ തുടങ്ങുക. പിന്നീട് അതിനുശേഷം നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മൺഡേ ടു സാറ്റർഡേ ക്ലാസ്സുകൾ ഉണ്ടാവും. ശനിയാഴ്ച വരെ, അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സുകൾ ഉണ്ടാവും. ശനിയാഴ്ച നമുക്ക് മെന്റർഷിപ്പ് ഉണ്ടാകും, മെന്റർഷിപ്പ് ഉണ്ടാവും. ഞായറാഴ്ച ടെസ്റ്റ്. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾ കൂടെ നിന്നാൽ മതി. അടുത്ത 4-5 മാസത്തിൽ നമുക്ക് ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യാം, സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം പിന്നെ റിവിഷൻ, പിന്നെ നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് എക്സാം ഉണ്ടാവും. അടുത്ത ജൂണൊക്കെ ആകുമ്പോഴത്തേക്കാണ് എക്സാം. LGS, LDC, 10th ലെവൽ, കുറേയധികം എക്സാംസ്. അടുത്ത ഒരു ഏപ്രിൽ മെയ്യോട് കൂടെ കുറേയധികം എക്സാംസ് വരുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന 4-5 മാസം ഒക്കെ പഠിക്കുമ്പോൾ അത് മുഴുവൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതാണ് ഒരു 75 മിനിറ്റിലേക്കാണ് ഇത് മുഴുവൻ, അല്ലെ? 4 മാസം 5 മാസം പഠനം മുഴുവൻ ഒരു 75 മിനിറ്റിലാണ് ചെന്ന് അവസാനിക്കുക. സാധാരണഗതിയിൽ ഏത് കേരള PSC പരീക്ഷയാണെങ്കിലും നമുക്കറിയാം, 100 ക്വസ്റ്റ്യൻസ്, 100 ചോദ്യം, 100 ക്വസ്റ്റ്യൻ, അതുപോലെ 75 മിനിറ്റ്, 75 മിനിറ്റ്സ്. ഇതാണ്, അല്ലെ 1.25 മണിക്കൂർ. ഇതാണ് കേരള PSCയുടെ ഒരു സാധാരണഗതിയുള്ള ചോദ്യ പാറ്റേൺ, അല്ലെങ്കിൽ ആ ഒരു എക്സാം പാറ്റേൺ. 100 ചോദ്യം എന്ന് പറയുമ്പോൾ ഒരു മാർക്ക് വെച്ച് 100 മാർക്ക്. ഓക്കെ, നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു സമയം സാധാരണ ഇതിൽ ഉച്ച കഴിഞ്ഞുള്ള ഒരു പരീക്ഷയാണ്. രാവിലെ പരീക്ഷകളുണ്ട്, പക്ഷെ വളരെ ചുരുങ്ങിയ പരീക്ഷ മാത്രമേ രാവിലെ ഉള്ളൂ. സാധാരണ ഈ പരീക്ഷ അടുത്ത 2 മുതൽ 3:15 വരെയാണ്. 3:15 PM. ഒരു 1.25 മണിക്കൂറുള്ള പരീക്ഷയാണ്. 75 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1.25 മണിക്കൂറിന്റെ ഒരു പരീക്ഷയാണ്. ഓക്കെ,
ഇനി ഈ പരീക്ഷയിൽ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ഇത്രയും കടന്ന് ഈ രാവിലെ 4 എണീറ്റ് പഠിക്കുന്നു. പകൽ സമയങ്ങളിൽ നിങ്ങൾ റിവൈസ് ചെയ്യുന്നു. വൈകുന്നേരം നിങ്ങൾ വീണ്ടും ഈ റെക്കോർഡിങ്ങുകൾ കാണുന്നു. ഇങ്ങനെ നമ്മൾ പഠിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? ഈ ഒരു 100 ചോദ്യം, ഈ 1.25 മണിക്കൂർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1.25 മണിക്കൂറിൽ 100 ചോദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ബ്രഹ്മ മുഹൂർത്തമൊക്കെ മാറും അല്ലെ? ഇതാണ് ആ ഒരു 1.25 മണിക്കൂറിൽ ഉള്ള പെർഫോമൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റിമറിക്കുക. നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരാകണോ വേണ്ടയോ, നമ്മള് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഇതൊക്കെ ഈ 1.25 മണിക്കൂറിന് വേണ്ടിയാണ് നമ്മൾ ഈ പണി മുഴുവൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ 1.25 മണിക്കൂറിന് വേണ്ടി നിങ്ങൾ അധികം എന്താ പറയാ ഓവറായിട്ട് ടെൻഷൻ അടിക്കരുത്. പലപ്പോഴും ഞാൻ കുട്ടികൾ കണ്ടിട്ടുള്ളത്, അവര് നന്നായിട്ട് പഠിച്ചിട്ട് പോകും, പക്ഷെ ഈ 1.25 മണിക്കൂർ കൊണ്ട് കുളമാക്കിയിട്ട് വരും. ഓക്കെ, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാത്തത് കൊണ്ട് കുളമാക്കിയിട്ട് വന്നത് എന്താണ്? ഈ ആ 100 ചോദ്യത്തിന് പലപ്പോഴും എന്താണ്, ആ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഉത്തരം കിട്ടില്ല, ടെൻഷൻ കാരണം. പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പോൾ എന്താ, ഉത്തരം കിട്ടുകയും ചെയ്യും. അത് മൈൻഡ് കൂൾ അല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും നമ്മള് എക്സാം ഹാളിലേക്ക് പോകുന്നു. ഞാനിവിടെ പറയുന്നത് 2 മണിക്ക് എക്സാം തുടങ്ങി. നമ്മളപ്പോ എത്ര മണിക്ക് എത്തണം? 1:30 ആകുമ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്യും. നമ്മൾ 1 മണിക്ക് എത്തും, 1:30 ആകുമ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്യും. 2 മണിക്ക് ഒരു 1:45 ആകുമ്പോഴത്തേക്കും ടീച്ചർ ആദ്യം നമ്മുടെ ID കാർഡ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് ഒന്ന് വരിക. ഓക്കെ, കേരള PSC എക്സാം എഴുതിയിട്ടുള്ളവരാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി എഴുതുമ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. അതായത് 1:30ക്കാണ് ഗേറ്റ് ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ എല്ലാ രീതിയിലൊക്കെ പഠിച്ച് പ്രിപ്പയർഡ് ആയി ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ആ ഒരു സ്കൂളിന്റെ മുന്നിൽ നിൽക്കുകയാണ്. 1:30ക്ക് മുന്നേ തന്നെ അവിടെ എത്തണം. 1:30ക്ക് ഗേറ്റ് ക്ലോസ് ചെയ്തു, ബെല്ലടിച്ചു. നിങ്ങൾ എക്സാം ഹാളിലേക്ക് ഹാൾ ടിക്കറ്റ് പേനയൊക്കെ ആയിട്ട് കയറി. അങ്ങനെ 1:30ക്ക് കയറി 1:45 ആകുമ്പോഴത്തേക്കും ടീച്ചർ നിങ്ങളുടെ ID കാർഡ് അല്ലെങ്കിൽ അവിടെയുള്ള ഇൻവിജിലേറ്റർ ID കാർഡ് മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. 1:45-ന് നിങ്ങൾക്ക് OMR ഷീറ്റ് തരും. അപ്പൊ ആദ്യം അവിടെ ശ്രദ്ധിക്കേണ്ടത് OMR ഷീറ്റ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് എല്ലാ എക്സാമുകളിലും എല്ലാ സ്കൂളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. 2-3 പേര് OMR ഷീറ്റിൽ ബബിൾ ചെയ്യുന്നത്, അതായത് രജിസ്റ്റർ നമ്പർ ബബിൾ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ആ ബബിൾ ആ ഒരു കറുപ്പിക്കുന്നത്, ഡാർക്കൺ ചെയ്യുന്നത്, ആ കോളം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ OMR ഷീറ്റ് കൊണ്ട് കാര്യമില്ല. അത് മാറ്റി തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഇൻവിജിലേറ്ററെ പോലെ ഇരിക്കും. ഓക്കെ, എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് ഇതേപോലെ തന്നെ OMR ഷീറ്റ് അദ്ദേഹത്തിന് ഡാർക്കൺ ചെയ്ത് മാറിപ്പോയി രജിസ്റ്റർ നമ്പർ. ചോദിച്ചു ഇൻവിജിലേറ്റർ എടുത്ത് മാറ്റി തരുമെന്ന്, പക്ഷെ അവർ മാറ്റി കൊടുത്തില്ല. നല്ല കഴിവുള്ള വ്യക്തിയാണ്, കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റ് കയറേണ്ടതായിരുന്നു. പക്ഷെ എന്ത് പറയാം, അദ്ദേഹത്തിന് കൊടുത്തില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ OMR ഷീറ്റ് ഭംഗിയായിട്ട് ഫില്ല് ചെയ്യുക, കൈയൊന്നും വരയ്ക്കാതെ വൃത്തിയായിട്ട് അതിന്റെ മുകളിൽ കറക്റ്റ് ആയിട്ട് എഴുതണം അല്ലെ, മുകളിൽ എഴുതി അങ്ങനെ OMR ഷീറ്റ് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തു. ഓക്കെ, ഇനി അങ്ങനെ നമ്മൾ 2 മണിക്കത്തെ ആ ഒരു ബെല്ലടിക്കും. അങ്ങനെ OMR ഷീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ തന്നു. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നു കഴിഞ്ഞാൽ 2 മണിക്ക് ബെല്ലടിക്കുന്നു. ബെല്ലടിക്കുമ്പോൾ മാത്രമേ അതിന്റെ സീല് പൊട്ടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 2 മണിക്ക് എക്സാം തുടങ്ങി. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, ഈ 2 മണിക്ക് എക്സാം തുടങ്ങി കഴിയുമ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നാമത്തെ ഏത് A കോഡ് ആയിരിക്കാം, B കോഡ് ആയിരിക്കാം, C കോഡ് ആയിരിക്കാം, D കോഡ് ആയിരിക്കാം. അങ്ങനെ 1 മുതൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങിയാണ്. ഓക്കെ, 1 മുതൽ ചെയ്തു തുടങ്ങി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഈ 100 ചോദ്യത്തില് ഒരാൾക്കും 50ന്റെ മുകളിൽ ചോദ്യം അറിയാൻ വഴി ഉണ്ടാവില്ല. 50ന്റെ മുകളിൽ ചോദ്യം അറിഞ്ഞ് ഒരു മത്സര പരീക്ഷയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ 2 മണി മുതൽ അങ്ങനെ കാര്യങ്ങൾ തുടങ്ങുകയാണ്. ഒന്നാമത്തെ ചോദ്യം എടുത്തു. ഇത് സീരീസ് അനുസരിച്ച് വ്യത്യാസപ്പെടാം. A സീരീസ് അല്ലെ B സീരീസ് ഒക്കെ അനുസരിച്ച് അതിന് പല ഇതിലേക്ക് വരാം. ഓക്കെ, അതായത് A സീരീസിലുള്ള ആദ്യമുള്ള ചോദ്യങ്ങൾ എളുപ്പമായിരിക്കാം. B സീരീസിൽ ചിലപ്പം അത് മാറി പറഞ്ഞിരിക്കാം. നമ്മൾ 1 മുതൽ 10 വരെയുള്ള ഒരു ചോദ്യങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതില് കഷ്ടകാലത്തിന് നിങ്ങൾക്ക് കിട്ടിയ 1 മുതൽ 10 വരെയുള്ളത് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒന്നാമത്തേന് ആൻസർ നോക്കി അറിയില്ല, രണ്ടാമത്തേന് നോക്കി അറിയില്ല, മൂന്നാമത്തേന് നോക്കി അറിയില്ല, അങ്ങനെ പോകുന്നു. അങ്ങനെ 10 വരെ നോക്കി അറിയില്ല. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരിക്കലും മനസ്സ് മടുക്കുകയോ അസ്വസ്ഥമാകുകയോ ചെയ്യരുത്. കാരണം ഇത് സംഭവിക്കും. ഇനി നമ്മൾ എന്താണ് അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പൊ നമ്മുടെ ടൈം എന്നുള്ളത്, ഞാനിപ്പോ ഒരു ഉച്ച കഴിഞ്ഞുള്ള ഒരു സമയം എന്നുള്ള രീതിയിലാണ്. നമ്മുടെ സമയം എന്നുള്ളത്, ഇത് നിങ്ങൾ 2 റൗണ്ട് ആയിട്ട് ചെയ്യണം. 2 മുതൽ 2:30 വരെ. അതായത് ആദ്യത്തെ അരമണിക്കൂറാണ് ഫസ്റ്റ് റൗണ്ട്.
ഈ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത് 1 മുതൽ 100 വരെ നിങ്ങൾ വേഗം അതിലേക്ക് പോവുക. 1 മുതൽ 100 വരെ നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം, നിങ്ങൾക്ക് അറിയാവുന്നത്, അതായത് ഒന്നാമത്തെ ചോദ്യം നോക്കി അറിയാം, ഓക്കെ, അത് ബബിൾ ചെയ്യുക, അത് ബബിൾ ചെയ്തു. രണ്ടാമത്തെ ചോദ്യം നോക്കി നിങ്ങൾക്ക് അറിയാം, ബബിൾ ചെയ്തു. മൂന്നാമത്തെ ചോദ്യം നോക്കി നിങ്ങൾക്ക് അറിയില്ല, അപ്പോൾ എന്ത് ചെയ്തു, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് റൗണ്ട് ചെയ്തു, നിങ്ങൾ ചെയ്തിട്ടില്ല. നാലാമത്തെ നോക്കി അറിയില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി 90, 99, 100. ഓക്കെ. ഈ ഒരു ഫസ്റ്റ് റൗണ്ടിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഒരു പേപ്പർ എളുപ്പമാണെന്നുണ്ടെങ്കിൽ, വളരെ എളുപ്പമായ ഒരു പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുക 50 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അതായത് എളുപ്പമുള്ളൊരു പേപ്പറാണെങ്കിൽ, ഒരു പേപ്പർ എളുപ്പമാണെങ്കിൽ, അതായത് എളുപ്പമുള്ളതെന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാവരും പഠിച്ചിട്ടുള്ള, കാരണം എല്ലാവർക്കും ഈ ഒരു കേരളക്കരയിലുള്ള മെറ്റീരിയൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ നമ്മൾ പഠിപ്പിച്ച മെറ്റീരിയൽ, ഇതൊക്കെ വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 100ൽ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, 100ൽ 50 ക്വസ്റ്റ്യൻസ്, അതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് കിട്ടില്ല, ഉറപ്പുള്ള കാര്യമാണ്. ഇത് ഏത് മത്സര പരീക്ഷയിൽ നോക്കിയോ 50 ചോദ്യം നിങ്ങൾക്ക് ഇവിടെ ഈ 50 ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് റൗണ്ടിലുള്ള 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു. അപ്പൊ എങ്ങനെയാണോ അരമണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുക? കാരണം നമ്മൾ ആലോചിക്കുന്നില്ല. ഒന്നാമത്തെ ചോദ്യം ചെയ്തു, അറിയാമെങ്കിൽ ബബിൾ ചെയ്യുന്നു. രണ്ടാമത്തെ ചോദ്യം അറിയാമെങ്കിൽ ബബിൾ ചെയ്യുന്നു. മൂന്നാമത്തെ ചോദ്യം നോക്കി നമുക്ക് അറിയില്ല, പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് അധികം ചിന്തിക്കുന്ന, അടുത്തേക്ക് പോകുന്നു. അങ്ങനെ അറിയാവുന്നത് മാത്രം ചെയ്തിട്ട് ഞാൻ പറയുന്നത്. അങ്ങനെ 100 എണ്ണത്തിൽ 50 എണ്ണം അറിയാമെന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമുള്ള പേപ്പറാണ്. ഓക്കെ, അതിനുള്ള സാധ്യതയില്ല. സാധാരണഗതിയിൽ ഇതുണ്ടാകുക ഒരു 40 to 45 എണ്ണമേ അറിയാൻ വഴി ഉണ്ടാവുള്ളൂ. ഇനി ഈ 40 മുതൽ 45 ചോദ്യം വരെ എനിക്കറിയാവുന്ന ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും PSC എക്സാം ക്ലിയർ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. തോന്നുന്നുണ്ടോ? കാരണം എന്താണ്, 40 മുതൽ 45 വരെ, അല്ലെങ്കിൽ ഒരു 50 ചോദ്യം ചെയ്തു എന്ന് വിചാരിക്കുക ഫസ്റ്റ് റൗണ്ടിൽ. ഇതേ നിങ്ങൾക്ക് അറിയാവുള്ളൂ. ഇതിൽ തന്നെ ഒരു 10 എണ്ണം തെറ്റായിരിക്കും. ഇപ്പൊ എഫക്റ്റീവ്ലി നിങ്ങളുടെ മാർക്ക് വരുന്നത് നെഗറ്റീവ് കഴിഞ്ഞിട്ട് ഒരു 38, 40 മാർക്ക് വരും. ഈ മാർക്ക് കൊണ്ട് ഇതുവരെ കേരള PSC ചരിത്രത്തിൽ ഇത്രയും എന്താണ് കട്ട് ഓഫ് കുറഞ്ഞിട്ടില്ല. കേരള PSC ഏത് പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും 50 മാർക്കിന് മുകളിൽ കട്ട് ഓഫ്. അപ്പൊ അതിനർത്ഥം എന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ കൂടുതൽ കയറ്റി പിടിക്കണം. അതിനാണ് നമ്മുടെ സെക്കൻഡ് റൗണ്ട്. ഈ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നതാണ് നമ്മളെ അടുത്ത അരമണിക്കൂർ, നെക്സ്റ്റ് ഹാഫ് അവർ, നെക്സ്റ്റ് ഹാഫ് അവർ. അതായത് ഒരു 2:30 മുതൽ 3 മണി വരെയുള്ള സമയം. ഓക്കെ, ഇത് കറക്റ്റ് അതേപോലെ തന്നെ സമയം നമുക്ക് നോക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ഇവിടെ വാച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് ബെല്ല്, കാരണം ഈ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ബെല്ലടിക്കുന്നുണ്ട്, ആ ബെല്ല് വെച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ നോക്കി നോക്കി വളരെ എളുപ്പത്തിൽ ചെയ്തു പോകണം എന്ന് ഞാൻ പറഞ്ഞത്. വളരെ സ്പീഡിൽ ആദ്യത്തെ റൗണ്ട് ചെയ്യണം. സെക്കൻഡ് റൗണ്ടിലേക്ക് ഇനി എന്താണ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് PSC പരീക്ഷ വിജയിക്കാൻ പറ്റുള്ളൂ. ഇത് എന്റെ അനുഭവമാണ്. കാരണം ഞാനിപ്പോ പറഞ്ഞിട്ട് 10ഓ 12ഓ റാങ്ക് ലിസ്റ്റുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, LDC റാങ്ക് ലിസ്റ്റുള്ള വ്യക്തി എന്ന രീതിയിൽ, സെക്രട്ടറി അസിസ്റ്റന്റ് ലിസ്റ്റിലുള്ള വ്യക്തിന്റെ, മറ്റു ലിസ്റ്റിലുള്ള വ്യക്തി എന്ന രീതിയിൽ ഞാൻ ഇതുപോലെയാണ് ചെയ്തത്. എന്റെ എക്സാം സ്ട്രാറ്റജിയാണ്. ഫൈനലി നമുക്ക് പഠിക്കുന്നതിന് പല സ്ട്രാറ്റജികളുണ്ട്, ഓർമ്മശക്തിക്കുള്ള സ്ട്രാറ്റജികളുണ്ട്. എന്നാൽ എക്സാം സ്ട്രാറ്റജി ഇല്ലെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് വിറക്കുകയുള്ളൂ. കാരണം എന്തോ ചെയ്ത് അതിലൊരു അവിയൽ, ആ ഒരു 75 മിനിറ്റ് നിങ്ങൾ സിസ്റ്റമാറ്റിക്കലി ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഇത്രയും പഠിച്ച മെമ്മറി ടെക്നിക്സും പഠിച്ച എക്സാം മറ്റ് എന്താണ് ഷോർട്ട് കട്ടുകളൊക്കെ വെറുതെ ആവും. കാരണം എക്സാം സ്ട്രാറ്റജിയാണ് ഏറ്റവും വലുത്. കാരണം എക്സാമിൽ നിങ്ങൾ പ്രതിഫലിപ്പിക്കാൻ പറ്റണം. ഈ രണ്ടാമത്തെ അരമണിക്കൂറിൽ നമ്മൾ ഇവിടം വരെ എത്ര ചോദ്യം മാക്സിമം ചെയ്തിട്ടുണ്ട്? 50 ചോദ്യം ചെയ്തിട്ടുണ്ട് ആദ്യത്തെ റൗണ്ടിൽ, നമുക്കറിയാവുന്നത്. പക്ഷെ അത് ചിലപ്പോ ഈ ഇത് എളുപ്പമുള്ള ഒരു പേപ്പറാണ്. ഇനി ടഫ് ആയിട്ടുള്ള ഒരു പേപ്പർ ആണെങ്കിലോ 30 ചോദ്യം നിങ്ങൾക്ക് അറിയുള്ളൂ, 30 ചോദ്യം അറിയാൻ വഴിയുള്ളൂ. ടഫ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. കാരണം ഭൂരിഭാഗം ആളുകൾ പഠിക്കുന്നത് നിങ്ങളും പഠിച്ചിട്ടുണ്ടാവും, അതുപോലെ SCRT നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ചോദ്യകർത്താവ് ചിലപ്പോൾ മറ്റേതെങ്കിലും സോഴ്സിനെ, SCRT NCRTക്ക് പുറമേ ഒരു സോഴ്സിനെ അവലംബിച്ചാൽ അതെന്തായി വിഷമമായിട്ട് മാറും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 30 ചോദ്യം ചെയ്യണ്ടാവുള്ളൂ, എളുപ്പമാണ് ഒരു 50 ചോദ്യം. പക്ഷേ നമ്മൾ എങ്ങനെയായാലും ഏത് കേരള PSCയുടെ പരീക്ഷയാണെങ്കിലും 50 ചോദ്യവും 30 ചോദ്യം ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ക്ലിയർ ആവില്ല. ആവറേജ് നിങ്ങൾ ചെയ്യേണ്ട, എത്ര എളുപ്പമാണെങ്കിലും വിഷമമാണെങ്കിലും 100 ചോദ്യത്തിൽ ചെയ്യേണ്ടത് 85 മുതൽ 90 വരെയാണ്. 85 ചോദ്യങ്ങൾ മുതൽ 90 ചോദ്യങ്ങൾ വരെയാണ്.
85 മുതൽ 90 ചോദ്യങ്ങൾ വരെ. ഇതാണ് ഇതിന്റെ ഒരു സേഫ് സോൺ. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ 50 ചോദ്യം ചെയ്തു. നമ്മൾ എളുപ്പമുള്ള പേപ്പറാന്ന് വിചാരിക്കും, 50 എണ്ണം ചെയ്തു. ഇനി എക്സ്ട്രാ എത്ര എണ്ണം ചെയ്യണം? 35 എണ്ണമെങ്കിലും 35 ക്വസ്റ്റ്യൻസ് എങ്കിലും എക്സ്ട്രാ ഇനി ചെയ്യണം. അത് നമ്മൾ എവിടെ ചെയ്യണം? ഈ സെക്കൻഡ് റൗണ്ടിൽ ചെയ്യണം. അതെ, ഓക്കെ. അതായത് 50 എണ്ണം ഫസ്റ്റ് റൗണ്ടിൽ ചെയ്തു. ഇനി സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? 35 എണ്ണം എക്സ്ട്രാ ചെയ്യണം സെക്കൻഡ് ഹാഫ് അവറിൽ. ഇവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്? എലിമിനേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നോക്കുക, ഒന്നാമത്തെ ചോദ്യം നമ്മൾ ചെയ്തു. അതിൽ ഒന്നാമത്തെ ചോദ്യം നമ്മൾ കറുപ്പിച്ചു പോയി, ഇത്ര നമുക്ക് അറിയാമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം നമ്മൾ പഠിച്ചു തന്നെയാണ് ചെയ്തു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ഒന്നും നമുക്ക് അറിയില്ല. അത് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് റൗണ്ട് ചെയ്ത് വെച്ചു, നമ്മൾ കടന്നു പോവുകയാണ് ചെയ്തത്. ഇനി ഈ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വന്നു. അവിടെ ഓപ്ഷൻസ് ഉണ്ട്, എ, ബി, സി, ഡി. 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷൻസിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഇന്റലിജന്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ് അത് വെച്ച് നമുക്ക് ഒന്നോ രണ്ടോ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നോ രണ്ടോ ഓപ്ഷൻസ് ബി എലിമിനേറ്റ് ചെയ്യാം, ബി എലിമിനേറ്റ് ചെയ്യാം, എ ഓർ സി എന്നുള്ളതായിരിക്കും. ഇവിടെ നമ്മൾ ഇന്റലിജന്റ് ആയിട്ട് ഗസ് ചെയ്ത് നിങ്ങൾ ആൻസർ ഇവിടെ നിർബന്ധമായിട്ട് ചെയ്യണം. അതായത് അങ്ങനെ 2 ഓപ്ഷൻസ് മാത്രം സംശയം, എ ആണോ സി ആണോ, എ ആണോ സി ആണോ, ഇത് നമ്മൾ ഇന്റലിജന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ഓപ്ഷനിൽ കുത്തും. ഓക്കെ, അതിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ, നമ്പർ കൗണ്ട് എന്ന് പറയുന്ന കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അതായത് ഇതൊരു OMR എക്സാം ആണ്. OMR പരീക്ഷ അറിഞ്ഞാൽ മതി. അതായത് അത് കറക്റ്റ് ആയിട്ട് എക്സാം സ്ട്രാറ്റജി ചെക്ക് ചെയ്താൽ അത് നമുക്ക് തിങ്കളാഴ്ച പറയാം. ഓക്കെ, എ ഓർ സി ചിലരെന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് തെറ്റായത് തന്നെ കുത്തിയിട്ട് വരും. ഓക്കെ, പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഇന്റലിജന്റ് ആയിട്ട്, കുറച്ചുകൂടെ നമ്മുടെ സ്മാർട്ട് ആയിട്ട് ചിന്തിച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഏതാണ് അതാണ് കറക്റ്റ് ഓപ്ഷൻ, എയോ സിയോ എന്നുള്ള സംശയമുണ്ട്. കറക്റ്റ് ഓപ്ഷൻ എ ആണെങ്കിൽ ആ എ ഓപ്ഷനിലേക്ക് തന്നെ എത്താൻ പറ്റും. ഓക്കെ, അതിന്റെ എലിമിനേഷൻ ടെക്നിക്സ് നമ്മൾ ഉടനെ തന്നെ പറയുന്നതായിരിക്കും ഇന്നത്തെ ക്ലാസ്സിലും തിങ്കളാഴ്ച ക്ലാസ്സിലും. അങ്ങനെ നമ്മൾ കറക്റ്റ് ഓപ്ഷൻ എ എന്നെടുത്തു, അതായത് മൂന്നാമത്തെ ചോദ്യത്തിന്. ഓക്കെ, അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ 35 ചോദ്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ചെയ്തു. ഈ 35 ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങളല്ല യഥാർത്ഥത്തിൽ. അതെന്താണ്? ഇങ്ങനെ ഒരു 2 ഓപ്ഷൻ വെട്ടി, അല്ലെങ്കിൽ 2 ഓപ്ഷൻ വെട്ടി കഴിഞ്ഞിട്ട് അതിൽ എ ആണോ സി ആണോ അല്ലെ ബി ആണോ ഡി ആണോ എന്ന് സംശയമുള്ള ഇതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ ഓരോ 10 ചോദ്യം, അങ്ങനെ നമ്മളൊരു 10 ചോദ്യം 35 ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കുക, 10 ചോദ്യം നമ്മളിങ്ങനെ എക്സ്ട്രാ ചെയ്തു എന്ന് വിചാരിക്കുക. 10 ചോദ്യം, 10 ക്വസ്റ്റ്യൻസ്. ഈ 10 ചോദ്യം നമ്മളിങ്ങനെ എക്സ്ട്രാ നമുക്ക് അറിയാത്ത 10 ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു 6 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണം തെറ്റിപ്പോയെന്ന് വിചാരിക്കും. 6 എണ്ണം തെറ്റിപ്പോയി. അപ്പൊ 6 എണ്ണം തെറ്റിപ്പോയി കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നെഗറ്റീവ് ഉണ്ടാവും. 10ല് 6 എണ്ണം നെഗറ്റീവായി. എത്ര പോസിറ്റീവ് മാർക്ക് ഉണ്ട്? 4 എണ്ണമാണ് പോസിറ്റീവ് വരുന്നത്. 4 എണ്ണം, അതായത് 4 എണ്ണം പോസിറ്റീവ് എന്ന് പറയുമ്പോൾ 10 എണ്ണത്തിൽ 4 എണ്ണം പോസിറ്റീവ്, 6 എണ്ണം നെഗറ്റീവ്. അപ്പൊ നെറ്റ് മാർക്ക് എത്രയാണ്? 4 പോസിറ്റീവ് മൈനസ് 6ന്റെ നെഗറ്റീവ്. 6ന്റെ നെഗറ്റീവ് എന്ന് വെച്ചാൽ 1/3 എടുക്കാം. 1/3, അതായത് 1/3 മാർക്ക് പോകും. അപ്പൊ 6ന്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ 6 എണ്ണത്തിന് 6 × 1/3, അതുകൊണ്ട് 2 മാർക്ക്. അപ്പൊ നെറ്റ് മാർക്ക് നിങ്ങൾക്ക് എത്രയാണ്? ഇവിടെ 2 മാർക്ക് കിട്ടും. ഓക്കെ, ഒരു 10 ചോദ്യം നിങ്ങൾ എക്സ്ട്രാ ചെയ്തു, നിങ്ങൾക്ക് അറിയാത്ത 10 ചോദ്യം എക്സ്ട്രാ ചെയ്തു. ആ 10 എണ്ണത്തിൽ തന്നെ, നിങ്ങൾ എക്സ്ട്രാ ചെയ്ത 10 എണ്ണത്തിൽ തന്നെ ഒരു 6 എണ്ണം തെറ്റിപ്പോയി, 4 എണ്ണം മാത്രമേ ശരിയായുള്ളൂ. അതായത് നമ്മൾ എ ഓർ സി അല്ലെ ബി ഓർ ഡി എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരു 4 എണ്ണത്തിൽ മാത്രമേ കറക്റ്റ് ഓപ്ഷൻ കിട്ടിയുള്ളൂ. ബാക്കി 6 എണ്ണത്തിൽ നിന്ന് നമുക്ക് തെറ്റിപ്പോന്ന് വിചാരിക്കാം. എങ്കിൽ പോലും നിങ്ങൾക്ക് ലാഭമാണ്, 2 മാർക്ക് എക്സ്ട്രാ കിട്ടുകയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു 35 നിങ്ങൾ എക്സ്ട്രാ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് അത്രയും എക്സ്ട്രാ മാർക്ക് അവിടെ കിട്ടും. ഓക്കെ, ഉറപ്പുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ അവസാനത്തെ സമയമാണ്. ഇപ്പൊ സമയം ഇപ്പൊ എത്രയായി? 2 മുതൽ 2:30 വരെയായിരുന്നു ഫസ്റ്റ് റൗണ്ട്. ബെല്ലടിച്ചു. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് നമ്മൾ പെട്ടെന്ന് തീർത്തു. ഇനി 2:30 മുതൽ 3 മണി വരെയാണ് നമ്മുടെ സെക്കൻഡ് റൗണ്ട്. അപ്പോഴത്തേക്ക് 3 മണിയാകുമ്പോൾ അടുത്ത ബെല്ലടിക്കും. പിന്നെയുള്ള അവസാനത്തെ ഒരു 10-15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതായത് 3:15 പരീക്ഷ തീരും. 3 to 3:15. 3:15 പരീക്ഷ തീരുമ്പോഴുള്ള അവസാനത്തെ ഒരു സമയം. ഈ സമയത്ത് നമ്മളിപ്പോ എത്ര ചോദ്യങ്ങൾ ചെയ്തു? ഇവിടെ 50 ചോദ്യം ചെയ്തു. ഇവിടെ 35 ചോദ്യം ചെയ്തു. ഇപ്പൊ എത്രയുണ്ട്? 85 ചോദ്യമുണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ ഈ 80 ചോദ്യം വെച്ച് നമുക്ക് നിർത്താം. പക്ഷേ നമുക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. ഞാൻ പറഞ്ഞ ഒരു 90 ചോദ്യങ്ങൾ വരെ ചെയ്യണം. 90 ചോദ്യം വരെ ചെയ്യാം. 90 മാത്സ് വളരെ എളുപ്പമാണ്. 95 വരെ ചെയ്യാം. എളുപ്പമാണോ വിഷമാണോ നമ്മൾ എങ്ങനെ അറിയാൻ പറ്റും?
നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അറിയാൻ പറ്റും. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ 50 എണ്ണമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അറിയാമെന്നുണ്ടെങ്കിൽ എളുപ്പമുള്ള പേപ്പറാണ്. അപ്പൊ എന്തായും കട്ട് ഓഫ് കൂടും. കട്ട് ഓഫ് കൂടും. ഓക്കെ. എന്നാൽ എനിക്ക് എളുപ്പമുള്ളതാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എളുപ്പമായിരിക്കും അത്. ഓക്കെ. അല്ലാണ്ട് എനിക്ക് മാത്രമായിട്ട് എളുപ്പം വരുന്ന ഒരു പേപ്പറല്ല. ഇനി ഫസ്റ്റ് റൗണ്ടിൽ ആകെ 30 ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വിഷമമുള്ള ഒരു പേപ്പറാണ്. എനിക്ക് വിഷമമാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് വിഷമായിരിക്കും. കാരണം ഞാൻ 4-5 മാസം പഠിച്ചിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരും. അപ്പൊ ഇവിടെ എന്തായിരിക്കും കട്ട് ഓഫ് കുറവായിരിക്കും. ഓക്കെ. ഇനി അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ. എന്നാൽ ഈ എളുപ്പമുള്ള ഒരു പേപ്പർ ആണെന്നുണ്ടെങ്കിൽ, ഈ 50 ചോദ്യം ചെയ്ത ഫസ്റ്റ് റൗണ്ട് ചെയ്ത പേപ്പർ ആണെങ്കിൽ 35 എണ്ണം സെക്കൻഡ് റൗണ്ട് നിർബന്ധമായിട്ട് ചെയ്യണം. ഓക്കെ. ഇങ്ങനെയുള്ള ഒരു പേപ്പർ തന്നെ, എളുപ്പമുള്ള ഒരു പേപ്പർ തന്നെ തേർഡ് റൗണ്ടിലും നിങ്ങൾക്ക് ഒരു 10 എണ്ണം എക്സ്ട്രാ ചെയ്യാം. 10 എണ്ണമെങ്കിലും കൂടി. അതായത് അവിടെ ഈ തേർഡ് റൗണ്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ചെയ്യാത്തതായിരിക്കും. ഒട്ടും അറിയാത്ത ചില ചോദ്യങ്ങളായിരിക്കും. എങ്കിൽ പോലും ഒരു ഇന്റലിജന്റ് നമ്പർ കൗണ്ട് വെച്ച്, കാരണം അവസാനം നിങ്ങൾ ആൻസർ കീയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്പർ കൗണ്ടിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണും. ഓക്കെ. കേരള PSC മാത്രമല്ല, ഏത് ആൻസർ കീയിലും 4 കോഡാണ് വരിക. എ കോഡ്, ബി കോഡ്, സി കോഡ്. ഇതിൽ കറക്റ്റ് ആയിട്ട് എണ്ണത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതാണ് നമ്മൾ നമ്പർ കൗണ്ട് എന്ന് പറയും. അതുപോലെ തന്നെ ഇത് OMR ഷീറ്റിലേക്ക്, OMR മെഷീനാണ് അവസാനം നിങ്ങൾ ഈ പഠിക്കുന്നതും അതുപോലെ ഇതുവരെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നതും അവസാനം നിങ്ങൾക്ക് മാർക്ക് ഇടുന്ന ആരാണ്? ഒരു മെഷീനാണ്. OMR മെഷീനാണ്. അപ്പോൾ OMR ഷീറ്റിനെ OMR മെഷീനെ നമ്മൾ അറിയണം. കാരണം നമ്മുടെ അവസാനം നമ്മളെ ഈ ചോദ്യം നോക്കുന്നവനെ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്നതിൽ അർത്ഥമില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ ആ തിങ്കളാഴ്ചത്തെ ക്ലാസ്സിൽ പറയാം. അപ്പൊ ഈ 10 ചോദ്യം നിങ്ങൾ ഇന്റലിജന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു എളുപ്പമുള്ള പേപ്പർ നിങ്ങൾ എത്ര എണ്ണം ചെയ്തു? 95 എണ്ണം ചെയ്തു. അത് ധാരാളം മതിയാവും. അവസാനത്തെ ഒരു 5 ചോദ്യങ്ങളുണ്ട്. അത് വളരെ ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അതെല്ലാ പേപ്പറിലും ഉണ്ടാവും. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. അത് അറ്റംപ്റ്റ് ചെയ്ത് 100 100 അറ്റംപ്റ്റ് ചെയ്ത് മണ്ടത്തിലാണ്. ഓക്കെ. നെഗറ്റീവ് മാർക്ക് അടിച്ചു വെക്കരുത്. ഒരു ഐഡിയൽ ആയിട്ട് ഞാൻ പറയുന്നത് 85 to 90 ആണ്. ഓക്കെ. ഇതിൽ നിന്ന് നമുക്ക് മറ്റ് നെഗറ്റീവ് ഒക്കെ കുറച്ച് കഴിഞ്ഞ് നമുക്കൊരു 60+ മാർക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിസ്റ്റിലുണ്ടാവും. അത് പ്രിലിംസിലാണെങ്കിൽ, പ്രിലിംസ് മെയിൻസ് ഉള്ള പേപ്പറിലാണെങ്കിൽ അതനുസരിച്ച്. പക്ഷെ സിംഗിൾ എക്സാം ആണെങ്കിൽ 60+ എന്നുള്ള ഒരു കട്ട് ഓഫ് നമ്മൾ വിചാരിക്കണം. അങ്ങനെ മാത്രമേ നമ്മൾ ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ. അല്ലെ ലിസ്റ്റിൽ ടോപ്പിൽ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്, അതിന്റെ താഴെ എവിടെ നിന്ന് പിന്നെ നമ്മൾ അറിയാലോ, നിങ്ങൾക്ക് അവസാനം വരെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിൽ നിൽക്കണം. ഇനി അങ്ങനെ ഒരു ആശങ്കയിൽ നിൽക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളൊരു 60+ എന്നുള്ളൊരു മാർക്ക് ഇവിടെ ടാർഗറ്റ് ചെയ്യണം. അത് 70 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സേഫ് സോണിലാണ്. നിങ്ങൾക്ക് എന്തായാലും ആദ്യ ഇതിൽ തന്നെ ബാച്ചിൽ തന്നെ ജോലി കിട്ടും. ഓക്കെ. ഇനി ഇത് വിഷമമുള്ള ഒരു പേപ്പർ ആണെങ്കിൽ ആദ്യ റൗണ്ടിൽ 30 ചെയ്തു, സെക്കൻഡ് റൗണ്ടിൽ അതേപോലെ തന്നെ ഒരു 30 അല്ലെങ്കിൽ 40 ചോദ്യങ്ങളുടെ എക്സ്ട്രാ ചെയ്യണം. അങ്ങനെ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പൊ ടോട്ടൽ ഇവിടെ എത്ര ചെയ്യണം? എളുപ്പമുള്ള ഒരു പേപ്പറിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു 80 ചോദ്യങ്ങൾ ചെയ്താൽ മതി. കാരണം കട്ട് ഓഫ് വളരെ കുറവായിരിക്കും. 80 ചോദ്യം ചെയ്ത് അതിൽ കുറെ നെഗറ്റീവ് ഒക്കെ വന്ന് ഒരു 60 മാർക്ക് അല്ലെങ്കിൽ ഒരു 50 മാർക്ക് കിട്ടിയാലും മതി. ഒരു 50 മാർക്ക് കിട്ടിയാലും നിങ്ങൾക്ക് എന്താവും, ക്ലിയർ ചെയ്യും. പക്ഷെ ഇപ്പൊ കേരള PSCയുടെ ട്രെൻഡ് വെച്ചിട്ട് കഴിഞ്ഞ പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ആയിരുന്നു ചെയർമാൻ ആയിരുന്നു 2019 മുതൽ 2022 വരെ. അദ്ദേഹത്തിന്റെ സമയത്ത് കേരള PSCയുടെ ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ കേരള PSC UPSC മാതൃകയിലേക്ക് മാറുന്നു. അതായത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ടഫ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. ഡിഗ്രി ലെവലാണെങ്കിൽ ശരി, +2 ലെവലാണെങ്കിൽ ശരി, 10th ലെവലാണെങ്കിൽ ശരി, എല്ലാം വളരെ ടഫ് ആയിട്ടുള്ള കാര്യം. അദ്ദേഹമാണ് ഈ പ്രിലിംസ് മെയിൻസ് ഉള്ള ഒരു കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന സക്കീർ ഹുസൈനാണ്. അദ്ദേഹം ചെയർമാൻ ആയിട്ടുള്ള സമയത്താണ്. വളരെ ടഫ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആയിരുന്നു. എന്നാൽ 2022 അവസാനം നവംബറിലാണ് ഇപ്പോൾ നിലവിലുള്ള പ്രൊഫസർ ബൈജു അദ്ദേഹം PSC ചെയർമാനായി മാറിയത്. അദ്ദേഹം PSC ചെയർമാനായ ശേഷമാണ് ഈ പ്രിലിംസ് എന്നുള്ള കാര്യം 10th ലെവലിൽ നിന്ന് എടുത്തു മാറ്റി കുറെ ഇതിലേക്കൊക്കെ LDCയിലും LGSലൊക്കെ ഒരു പ്രിലിംസ് എന്നുള്ളതില്ല, ഒറ്റ പരീക്ഷയാക്കി മാറ്റിയതും ആദ്യം അദ്ദേഹം CPOയിലാണ് അത് അവതരിപ്പിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയമാണ് ഒറ്റ തവണ പരീക്ഷ എന്നുള്ളത്. ഓക്കെ. പ്രത്യേകിച്ച് 10th ലെവലിലൊക്കെ. പിന്നീട് നമ്മൾ കാണുന്ന അവരെ ചോദ്യ പാറ്റേൺ വ്യക്തമായ ഒരു ഡിഫറൻസ് കാണാം. അഡ്വക്കേറ്റ് സക്കീർ ഹുസൈന്റെ സമയത്തെ പോലെ അല്ല ഇപ്പൊ പ്രൊഫസർ ബൈജുവിന്റെ സമയത്ത്. പ്രൊഫസർ ബൈജുവിന്റെ സമയത്ത് ചോദ്യങ്ങൾ താരതമ്യേന എളുപ്പമാണ്. എളുപ്പമാണെന്ന് പറയുമ്പം ഫ്രം SCERT അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രമാണ് അവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഒരു പേപ്പറിലെ സ്ഥിതി എങ്ങനെയായിരിക്കും? ഈ കാണുന്ന പോലെ ആയിരിക്കും. അതായത് ഇവിടെ ഒരു 50 മാർക്ക് ഇവിടെയുണ്ട്. ഈ ഒരു 50 മാർക്ക് ഫസ്റ്റ് റൗണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ. അതായത് ഫസ്റ്റ് റൗണ്ടിൽ ഒരു 50 മാർക്ക് ചെയ്തു, സെക്കൻഡ് റൗണ്ടിൽ ഒരു 35 മാർക്ക് ചെയ്തു, തേർഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ഒരു 10 മാർക്ക് ചെയ്യാം. ഓക്കെ. അങ്ങനെ അതായത് 90 95 എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് ചെയ്തിട്ട് പോകാം. ഇത്രയും ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് എഫക്റ്റീവ്ലി കിട്ടാൻ പോകുന്ന മാർക്ക് 65 മുതൽ 70 വരെയുള്ളൂ. 70ന്റെ മുകളിൽ കിട്ടത്തില്ല, കാരണം നെഗറ്റീവ് മാർക്കിംഗ് എന്തായാലും വരും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ സ്ട്രാറ്റജൈസ് ചെയ്ത് പോയാൽ മാത്രമേ PSC എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അതുപോലെ തന്നെ ഇപ്പൊ എളുപ്പമാണെന്നുണ്ടെങ്കിൽ 30, ഒരു 40 ആ റേഞ്ചിൽ, അതായത് 30 ഫസ്റ്റ് റൗണ്ടിൽ, സെക്കൻഡ് റൗണ്ടിൽ ഒരു 45, അങ്ങനെ 75 80 ചെയ്താൽ മതി. പക്ഷെ അത് ഇപ്പോഴുള്ള കേരള PSC പരീക്ഷകളിൽ അത്ര ഫലവത്തല്ല. കാരണം എന്താണ്, വരുന്ന എളുപ്പമുള്ള പേപ്പേഴ്സ് ആണ്. ഭൂരിഭാഗം എളുപ്പം അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിലെ പേപ്പേഴ്സ് ആണ്. അത്ര വിഷമമുള്ള പേപ്പേഴ്സ് വരാറില്ല. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഈ ഒരു ഞാൻ ആദ്യം പറഞ്ഞ എളുപ്പമുള്ള പേപ്പർ വിചാരിച്ചു വേണം നമുക്ക് ചെയ്യാൻ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഞാൻ ഇത്രയും സമയം എടുത്ത് പറഞ്ഞത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ചെയ്യുന്നത്, അവിടെ ചെന്നു ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു, അത് അതേപോലെ തന്നെ ആദ്യം വായിച്ചു നോക്കുന്നു, അറിയില്ല, പിന്നെ അതിനെക്കുറിച്ച് വീണ്ടും രണ്ടൂന്ന് വായിക്കുന്നു. അവിടെ ഇരുന്ന സമയങ്ങളാണ്. ഒരു ചോദ്യത്തിൽ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് 100 ക്വസ്റ്റ്യൻസ്, ഇവിടെ എത്രയാണ്, 75 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, അതായത് ഇവിടെ 100 ക്വസ്റ്റ്യൻസ് 75 മിനിറ്റ് 100 മാർക്ക്. ഇവിടെ സമയം കുറവാണ്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന 45 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ പലപ്പോഴും ചെയ്യുന്നത് 2 മണിക്ക് പേപ്പർ കിട്ടി, 2 മണിക്ക് പേപ്പർ കിട്ടി കഴിഞ്ഞിട്ട് ആദ്യത്തെ സമയമൊക്കെ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ആദ്യത്തെ ചോദ്യം അറിയില്ല, ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഇരുന്ന് ആലോചിക്കുന്നു, കിട്ടിയില്ല. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു, വീണ്ടും 2-3-5 മിനിറ്റ് ആലോചിക്കുന്നു, കിട്ടിയില്ല. അങ്ങനെ ആദ്യത്തെ അരമണിക്കൂറിൽ പലപ്പോഴും ആളുകൾ ഒരു 30 എണ്ണമൊക്കെ വായിച്ചിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ ഒരു ആദ്യത്തെ അരമണിക്കൂർ ബെല്ലടിക്കുമ്പോഴേക്കും അടുത്ത പരവേശം. പക്ഷെ അങ്ങനെ ഒരു പെട്ടെന്ന് പരവേശത്തിൽ ചെയ്തു കഴിഞ്ഞാൽ കിട്ടാത്തതാണ് കുറേയധികം ആൻസേഴ്സ്. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. മാത്സും മെന്റൽ എബിലിറ്റിയിലും അതായത് ഗണിതം, ഇതിൽ കുറേയധികം ചോദ്യങ്ങളുടെ ഡിലീഷൻ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ തൊട്ട് മുന്നേ നടന്ന ചില കമ്പനി ബോർഡ് പരീക്ഷകളിലൊക്കെ ഡിഗ്രി ലെവലാണ്, അതില് ഒരു കണക്കുണ്ടായിരുന്നു. അത് വളരെ എളുപ്പമുള്ള കണക്കാണ്. ആ കണക്കിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടി ആളുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറെ സമയം പോയി, അങ്ങനെ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അവസാനം കേരള PSC ആൻസർ കീ വന്നപ്പോൾ ആ ആ കണക്കിന്, അതായത് ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ ഉണ്ടായിരുന്നില്ല, ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഈ മാത്സിലെ പ്രോബ്ലംസിന് അങ്ങനെ പ്രശ്നം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒരു 45 ഒരു മിനിറ്റ് വരെ എടുക്കാം, 40 സെക്കൻഡ് 1 മിനിറ്റ് വരെ എടുക്കാം. അറിയാമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ അതിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്ട്രാറ്റജി. അതായത് ഈ ഒരു എക്സാമിനെ 2 റൗണ്ടായിട്ടോ 3 റൗണ്ടായിട്ടോ വിഭജിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസൾട്ട് കൂടും. 1-ാം റൗണ്ടിൽ നിങ്ങൾക്ക് അറിയാവുന്ന ചെയ്യുന്നു, 2-ാം റൗണ്ടിൽ ഇന്റലിജന്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുന്നു, 3-ാം റൗണ്ടിൽ ഗസ്സിംഗ് തന്നെയാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഒരു 90 ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പാണ് PSC പരീക്ഷകളിൽ നിങ്ങൾ തന്നെയായിരിക്കും വിജയിക്കുക. എക്സാം സ്ട്രാറ്റജി വെച്ച് തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി ഇതിൽ ഫസ്റ്റ് റൗണ്ട് ഉത്തരം അറിയാൻ എന്ത് വേണം? പഠിക്കണം. കാരണം ഇത് അറിയാവുന്നതല്ലേ, പഠിക്കണ ബേസിക് ആയിട്ടുള്ള SCRT പഠിക്കണം. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് വിജയിക്കും. സെക്കൻഡ് റൗണ്ടിൽ പഠിച്ചാൽ മതിയോ? പോരാ. സെക്കൻഡ് റൗണ്ടിൽ പഠിച്ചാൽ പോരാ, ഇവിടെ ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്കുകൾ ഇവിടെ പഠിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡ് റൗണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഇനി തേർഡ് റൗണ്ടിൽ നമ്മൾ എന്താണ്, ഗസ്സിംഗ് ആണ്. വെറുതെ ഗസ് അടിക്കുകയാണോ, വെറുതെ കറക്കി കുത്തുകയാണോ? അല്ല, ഇന്റലിജന്റ് ആണ്. അപ്പൊ ഇന്റലിജന്റ് ഗസ്സിംഗ് ആണ്. ആ തേർഡ് റൗണ്ടിൽ ഇന്റലിജന്റ് ഗസ്സിംഗ് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. OMR ഷീറ്റിനെ അറിയുക, OMR റീഡറെ അറിയുക, അതുപോലെ തന്നെ നമ്പർ കൗണ്ട്, അതായത് ആൻസർ കീയിലെ നമ്പേഴ്സ് വെച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഈ ഒരു 3 സ്ട്രാറ്റജി, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റേജിൽ ആൻസർ കിട്ടണമെങ്കിൽ ലേണിംഗ് പഠിക്കണം. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിൽ ആൻസർ കിട്ടാൻ എന്ത് ചെയ്യണം? ഇന്റലിജന്റ് ഓപ്ഷൻ ടെക്നിക്കൽ ഉപയോഗിക്കണം. തേർഡ് സ്റ്റേജിൽ ആൻസർ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഗസ്സിംഗ്, അതായത് കറക്കി കുത്തല്ല, ഇന്റലിജന്റ് ഗസ്. ഓക്കെ, ഈ രീതിയിൽ ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ നിങ്ങൾ പഠിക്കുമ്പോൾ ലേണിംഗ് നിങ്ങൾ നടത്തും. പിന്നീട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റുകൾ നടത്തുമ്പോൾ ഓപ്ഷൻ ടെക്നിക്സുകൾ നിങ്ങൾ പഠിക്കും. ഒന്നാമത് നമ്മൾ അവസാനമാകുമ്പോഴത്തേക്കും ഇതിന്റെ ഇടയ്ക്ക് തിങ്കളാഴ്ച തന്നെ നമ്മൾ പറയും എങ്ങനെ ഗസ് ചെയ്യാം, എങ്ങനെ ആൻസറിലേക്ക് എത്താം. ഈ മൂന്നാമത്തെ കാര്യം നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ അധികം ഞാൻ സമയം കളയുന്നില്ല. ഓക്കെ, അപ്പൊ 16ാമത്തെ ചോദ്യം പരിഷ്കാരെ ഞാൻ തന്നെ അത് തുടങ്ങാം. ഓക്കെ സാറേ, ഓക്കെ ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ അല്ലെ എന്റെ വീഡിയോ? അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് ഇടുക, ഒരു യെസ് അടിക്കുക. നമ്മള് 16ാമത്തെ ചോദ്യം തൊട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും വീണ്ടും അനലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മൾ സിലബസ് കണ്ടു, അതുപോലെ എക്സാം എങ്ങനെ പഠിക്കണം എന്ന് കണ്ടു, ഇന്ന് നമ്മൾ എക്സാം സ്ട്രാറ്റജി കണ്ടു. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാണ് ചെയ്യണം. ഓക്കെ, വിവോ, അതുപോലെ കുറെ അധികം സീനത്ത്, കുറെ പേര് ഓക്കെ ഇത് കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നിമിഷ, ഓക്കെ
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയുന്നില്ല. രാവിലത്തെ വിലപ്പെട്ട സമയമാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, 16ാമത്തെ ചോദ്യം. WTO ലോക വ്യാപാര സംഘടന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അല്ല കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി, എക്സാം സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, WTO ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം. ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം. ഓക്കെ, അതായത് ഇതൊരു ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യമാണ്. എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ല സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം വരുന്നത് 1995 എന്നുള്ളതാണ്. നമുക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 1944 ഉണ്ട്. 44 ഇത് വരുന്നത്. 44 എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്താണ്. അപ്പൊ അവിടെ ലോക വ്യാപാര സംഘടന തുടങ്ങാനുള്ള ഒരു സാവകാശം ലോക രാജ്യങ്ങൾക്കില്ല. അപ്പൊ അതുകൊണ്ട് അത് വിട്ടുകളയാം. 1948, അതായത് രണ്ടാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞ് അതിന്റെ കഷ്ടങ്ങളും നഷ്ടങ്ങളും പേര് നിൽക്കുന്ന ഒരു സമയമാണ്. ഇന്ത്യ പോലെ രാജ്യങ്ങൾ സ്വതന്ത്രമാകുന്നു. മൂന്നാം ലോക രാജ്യങ്ങളൊക്കെ കൊളോണിയൽസിൽ നിന്നൊക്കെ പുറത്തു വരുന്ന സമയമാണ്. അപ്പൊ അവിടെ എന്താണ് ഇങ്ങനെയുള്ള വ്യാപാരത്തെ കുറിച്ചൊന്നല്ല ചിന്തിക്കുന്നത്, എന്താണ് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പൊ അതും വരാൻ സാധ്യതയില്ല. പിന്നെ മറ്റൊന്നുള്ളത് D98ആണ്, 1998. ഇതിൽ നമുക്ക് 95 98 എന്നൊരു സംശയം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ ആൻസർ 95ആണ്. ഇനി അതിന്റെ കാര്യം 98 എന്നുള്ളത് പിന്നീടും ഇത്രയും അടുത്ത ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് 98 8 എന്നുള്ളത് ഈ റീസെന്റ് ഇയേഴ്സ് ആണ്. അപ്പൊ അത് ആ വഴിയിൽ അത് എന്താണ് 95ആണ്. WTO ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം വരുന്നത് ജനീവയാണ്. ഇനി ലോക വ്യാപാര സംഘടന അല്ലെങ്കിൽ WTO ആരംഭിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന സംഘടന ഒരു പ്രസ്ഥാനമാണ് ഗാട്ട് കരാർ. ഓക്കെ, ഗാട്ട്. ഓക്കെ, അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് എന്നുള്ള ഒരു രീതിയിലാണ് അത് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഗാട്ട് കരാർ ഈ ലോക വ്യാപാര സംഘടന തുടങ്ങാനുണ്ടായ ഒരു ചർച്ച അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഉറുഗേ റൗണ്ടിലാണ് ലോക വ്യാപാര സംഘടനയെ സംബന്ധിച്ചുള്ള ഉറുഗേ റൗണ്ട്. ഇത്രയേ ഉള്ളൂ. ലോക വ്യാപാര സംഘടന ആരംഭിക്കാൻ തീരുമാനിച്ച ചർച്ചകൾ നടത്തിയത് ഉറുഗേ എന്നുള്ള രാജ്യത്ത് വെച്ചാണ്. ആ ഉറുഗേ രാജ്യത്ത്, അതുകൊണ്ടാണ് ഉറുഗേ റൗണ്ടിൽ വെച്ചാണ് ലോക വ്യാപാര സംഘടന ആരംഭിക്കണം. ഗാട്ട് അവസാനിപ്പിച്ചുകൊണ്ട് ലോക വ്യാപാര സംഘടന ആരംഭിക്കണം എന്ന് തീരുമാനിച്ചത് എവിടെ വെച്ചാണ്? ഉറുഗേ റൗണ്ട് എന്നുള്ള ചർച്ചകൾ വെച്ചാണ്. ഇത് ആരംഭിച്ചതോ 1995. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചോദ്യത്തെ ബന്ധപ്പെട്ടുള്ള അനുബന്ധ കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ ആ ഒരു ചോദ്യപേപ്പർ എടുക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമെന്ന് ഞാൻ പറഞ്ഞു. ഒരു 40% റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് അത് അതേപോലെ തന്നെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെ WTO സ്ഥാപിച്ച വർഷം 95 എന്നുള്ളത് ഇനി വരാൻ സാധ്യത കുറവാണ്. ഇതിന്റെ അനുബന്ധ ചോദ്യങ്ങളാണ് വരിക. അനുബന്ധ ചോദ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. നമ്മൾ അടുത്ത് നോക്കാം 17ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്വയം തൊഴിൽ പദ്ധതി ഏത്? ഇങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ സ്വയം പദ്ധതികൾ, ഏത് പദ്ധതി ആയിക്കോട്ടെ, സ്വയം തൊഴിലോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിലെ ഹിന്ദി നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ പെട്ടെന്ന് കിട്ടും, ഇതൊന്നും അറിയില്ലെങ്കിലും. ഓക്കെ, നമുക്ക് നോക്കാം. എ, ആം ആദ്മി ബീമാ യോജന. ബീമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൈഫ് ഇൻഷുറൻസിന്റെ ഒക്കെ, അതായത് LICയുടെ ഒക്കെ കണ്ടിട്ട് ബീമ എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ പദ്ധതി ഏതാണ്? സ്വയം തൊഴിൽ പദ്ധതിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്? ബീമ യോജനയാണ്. അപ്പൊ ഇതാകാൻ സാധ്യത ഉണ്ടോ? ഇല്ല, ഇതല്ല ആൻസർ. ഇനി ബി, പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന. അതായത് റോഡ്. ഇത് തീർച്ചയായിട്ടും ഇതല്ല, കാരണം സ്വയം തൊഴിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി സി, പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന. ഗ്രാമത്തിന്റെ ഉദയം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതെന്തായാലും ഗ്രാമീണ വ്യവസായം കൂടുതൽ ബെറ്റർ ആക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഇതാവാൻ വഴിയില്ല. ആൻസർ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡി തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. അവിടെ സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരാസ്കാർ യോജന. ഇവിടെ എന്താണ്? സ്വരാസ്കാർ, അതായത് സ്വയം തൊഴിൽ വ്യക്തമായിട്ട് ഇവിടെ ഹിന്ദിയിലുണ്ട്. അപ്പൊ ഈ രീതിയിൽ കുറേയധികം പദ്ധതികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതിന്റെ ചോദ്യത്തിന്റെ ആ ഒരു ഹിന്ദി പരിഭാഷയോ അല്ലെങ്കിൽ ചിലപ്പോൾ കേരള സർക്കാരിന്റെ മലയാള പരിഭാഷയിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട്, മലയാളത്തിന്റെ ആ ഒരു വേർഡുകളിൽ നിന്നും വ്യക്തമായിട്ട് നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഈ ഒരു കാര്യം ഞാനിവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് 18 തൊട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാം. സാർ, ഇത് സാറിനായിട്ട് എടുക്കാം. ഈ 18ാമത്തെ ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ നിലവിൽ ഇതിന്റെ ഓപ്ഷൻസിന് നിലവിൽ പ്രസക്തി ഇല്ല. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു ചോദ്യമാണ് 18ാമത്തെ ചോദ്യം. അതായത് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ് എന്നാണ് ചോദ്യം.
പക്ഷേ ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്തൊന്നും നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷനെ പറ്റി പറയുന്നില്ല. കാരണം ഈ ചോദ്യം ചോദിച്ച സമയത്തെ ഉപാധ്യക്ഷനല്ല നിലവിൽ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ. അതായത് ഇതൊരു കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ കറന്റ് അഫയേഴ്സ് ഇപ്പം നമ്മുടെ 2023-24 കാലഘട്ടമായപ്പോഴേക്കും ആ കറന്റ് അഫയേഴ്സ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് PSC ഇതിന് തന്ന ഉത്തരം ഓപ്ഷൻ ബിയോ മറ്റോ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ആ ഓപ്ഷൻസിനെ പറ്റി ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നിലവിൽ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ സിന്ധു ശ്രീഖുള്ളറോ രാജീവ് കുമാറോ അരവിന്ദ് പനഗരിയോ ഒന്നുമല്ല. നിലവിലത്തെ നമ്മുടെ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സുമൻ ബേരി എന്ന് പറയുന്ന ആളാണ്. സുമൻ ബേരി, അതായത് നിലവിലെ നമ്മുടെ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആള് സുമൻ ബേരി എന്നാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പേര് സുമൻ ബേരി എന്നാണ്. അങ്ങനെ ഒരു പേര് ഓപ്ഷൻസിനകത്ത് ഒന്നുമില്ല അല്ലെ. ഓപ്ഷൻ എ ഇല്ല, ഓപ്ഷൻ ബി ഇല്ല, സി ഇല്ല, ഡി ഇല്ല. സുമൻ ബേരി അതാണ് നിലവിലെ നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സന്റെ പേര്. അതേ സമയത്ത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് നമ്മുടെ നീതി ആയോഗിന്റെ ചെയർമാന്റെ പേരുണ്ട്. അദ്ദേഹം ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. അദ്ദേഹം മാറിയിട്ടില്ല. ഈ ഓപ്ഷൻസിനകത്ത് ഓപ്ഷൻ എ ബി സി ഡി ഈ 4 ഓപ്ഷൻസിൽ നീതി ആയോഗിന്റെ ചെയർമാന്റെ പേരുണ്ട്. ആരായിരിക്കും നീതി ആയോഗിന്റെ ചെയർമാൻ? ആരായിരിക്കും താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് ആരായിരിക്കും? ഒന്ന് സെലക്ട് ചെയ്തേ, ഒന്ന് ചാറ്റ് ബോക്സിൽ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇതുവരെ മാറിയിട്ടില്ല. അദ്ദേഹം ഈ നീതി ആയോഗ് എന്ന് പറയുന്ന ഈ ഒരു ആശയം ഉണ്ടായ കാലം മുതലേ അദ്ദേഹം തന്നെയാണ് ചെയർമാൻ. എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, നീതി ആയോഗ് എന്ന് പറയുന്ന ആശയം നമ്മൾ പ്ലാനിംഗ് കമ്മീഷനിൽ നിന്നൊക്കെ മാറി നീതി ആയോഗ് എന്ന് പറയുന്ന ഈ ഒരു ആശയം അവതരിപ്പിച്ച കാലം മുതലേ അതിന്റെ ചെയർമാൻ ഒരേ ഒരാളാണ്, എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് അല്ലെ. അപ്പൊ നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? വെരി ഗുഡ്, വെരി ഗുഡ്. അഞ്ജന കൃഷ്ണ എന്ന് ആലോചിക്കണേ. പക്ഷെ അരുൺ ശരിയാണ്, നമ്മുടെ ശരണ്യ കറക്റ്റ് ആണ്, ലക്ഷ്മി, ആദർശ് ശരിയാണ്, ഋതു ശരിയാണ്, അനില ശരിയാണ്. യെസ്, എന്താണ്? നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എപ്പോഴും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും, ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും. നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് കൂടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ സി, നരേന്ദ്രമോദി അല്ലെ. അപ്പൊ ഓപ്ഷൻസിൽ നമ്മുടെ ചെയർമാന്റെ പേരുണ്ട്, പക്ഷെ വൈസ് ചെയർമാൻ മാറിക്കഴിഞ്ഞു. അത് സുമൻ ബേരി ആണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സുമൻ ബേരി ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി 19ാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. ഇത് ആ കാലം അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിച്ച സമയത്ത് കറന്റ് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വന്ന വാർത്തകളിൽ നിന്നും കണ്ടെത്താൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. ഓക്കെ സാർ, ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ആഡ് ചെയ്യാൻ പറയാണ്. ഇതില് നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ആരെ എന്നുള്ള ഇങ്ങനെയുള്ള ചോദ്യങ്ങള് വ്യക്തമായിട്ട് കറണ്ട് അഫയേഴ്സ് മാസ്റ്റർ പഞ്ച് എന്നുള്ളൊരു മെറ്റീരിയൽ ഇവർ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് അത് നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാം. എനിക്ക് തോന്നുന്നത് ടെലഗ്രാം ഗ്രൂപ്പിൽ ഇത് വ്യക്തമായിട്ടുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിൽ ഇക്കാര്യം വ്യക്തമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. കറണ്ട് അഫയർ എനിക്ക് തോന്നുന്നു ഈ നീതി ആയോഗിന്റെ ഒക്കെ നമ്മുടെ മാസ്റ്റർ പഞ്ചിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഇത്തരത്തിലുള്ള അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ. അതെ, അത് നമുക്ക് കുറച്ച് എടുത്ത് കാണിക്കാം ചെയ്ത ശേഷം. അതെ, ശരിയാ ശരിയാ ശരി. ഓക്കെ, അപ്പോ ഇത്രേ ഉള്ളൂ. 19ാമത്തെ ചോദ്യം നമുക്കറിയാം. നമ്മുടെ എല്ലാ വർഷവും ഒരു ഫെബ്രുവരി മാസം പകുതിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ബജറ്റ് സമ്മേളനം കൂടുകയും ഒരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു ഫാക്റ്റ് ആണ് ഓരോ വർഷവും നമ്മുടെ ഗ്രോസ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ നമ്മുടെ GDP-യുടെ ഭാഗമായിട്ട് കാർഷിക മേഖല എത്ര സംഭാവന ചെയ്തു, വ്യവസായ മേഖല എത്ര സംഭാവന ചെയ്തു, സേവന മേഖല എത്ര ശതമാനം സംഭാവന ചെയ്തു എന്നുള്ളതൊക്കെ ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം. അപ്പൊ അത് ഈ പുതിയ വർഷത്തെ ബഡ്ജറ്റ് വരുമ്പോൾ അത് നിങ്ങളെ കൃത്യമായിട്ട് കറന്റ് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങളെ അറിയിക്കും. പക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരം 18% എന്നുള്ളതായിരുന്നു കേട്ടോ. ഓപ്ഷൻ ഡി 18%. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിലും നമുക്ക് ലോജിക്കലി ചിന്തിക്കാം. അതായത് കാർഷിക മേഖലയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാമമാത്രമായ കോൺട്രിബ്യൂഷനിലേക്ക് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ഒരു ബേസിക് SCRT ഒക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു 27% എന്നും 24% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കൂടി പോകും. ആ ഒരു ലോജിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. 27 എന്താണെങ്കിലും വരില്ല, 24 ഉണ്ടായിരുന്നു, പക്ഷെ അതിലും താഴേക്ക് പോയതായിട്ട് നമ്മൾ പലപ്പോഴും പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷെ 12%-ലേക്കോട്ട് പോയിട്ടില്ല.
12% താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടില് ഇത്രയും കൃഷി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 12 പോവില്ല. പിന്നെ ഒരു ഏകദേശം നമുക്ക് എത്താൻ പറ്റുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത് 18 മുതൽ 19% വരെയാണ്. പക്ഷെ ഓപ്ഷനിൽ 18% തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 18 എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് വരാം. ഇതിന്റെ ഉത്തരം 18, ഓപ്ഷൻ ഡി 18 എന്നുള്ള ഉത്തരം തന്നെയാണ് കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് അതിലേക്ക് വരാം. യെസ് സാറേ, 20 ഒന്ന് പോയാലോ? ഓക്കെ. അതിന് മുന്നേ ഇതിൽ ഇവർക്ക് നമ്മുടെ സാർ SCERT ബുക്സ് എല്ലാം വായിക്കണോ? സോഷ്യൽ സയൻസ് എക്സെട്ര. ഓക്കെ, വിവോ എന്ന് പറഞ്ഞ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. എല്ലാ SCERT ടെക്സ്റ്റും അതേപോലെ കിടന്ന് വായിക്കേണ്ടതായില്ല. 6 മുതൽ 10 വരെയുള്ള മുഴുവൻ ടെക്സ്റ്റും എടുത്ത് വായിക്കും. നിങ്ങൾ സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, സിലബസ് അനുസരിച്ച് മാത്രം പഠിച്ചാൽ മതി. സിലബസ് ആണ് ആദ്യം വായിക്കേണ്ടത്. അതൊന്ന്. 2, ഇതിന്റെ തൊട്ട് മുന്നേ നടന്ന LDC LGS ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ആ ക്വസ്റ്റ്യൻസ് സിലബസ് അനുസരിച്ച് എങ്ങനെ ചോദ്യം വന്ന് വ്യക്തമായിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. അല്ലാതെ 6 മുതൽ 10 വരെയുള്ള മുഴുവൻ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിക്കാൻ പറ്റില്ല. ഇനി ഞാൻ ഒറ്റ സെക്കൻഡ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് സ്ക്രീൻ കാണാലോ? ഓക്കെ, ഇതാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്. ഇതാണ് നിങ്ങൾ പറഞ്ഞ ടെലിഗ്രാം ഗ്രൂപ്പ് ആയിട്ട് വരുന്നത്. ഇതാണ് ഈ കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാം 10ാമത്തെ ബാച്ചിൽ 137 മെമ്പേഴ്സ് ഉള്ള ടെലിഗ്രാം ഗ്രൂപ്പാണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. ഇവിടെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കാണാൻ പറ്റും. നിർദ്ദേശങ്ങൾ. ഓക്കെ, ഇതിലാണ് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ. അശ്വിൻ സാർ ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആണ്. നിർദ്ദേശങ്ങൾ. അപ്പൊ ഇതിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇവിടെ ഷെഡ്യൂൾ ഉണ്ട്. ഈ ഒരു കാര്യങ്ങൾ ഈ സെക്ഷനിൽ ആ ഒരു കാര്യം അവൈലബിൾ ആണ്. ഇത് ഞാൻ ഒന്നും ഇവിടെ പറയാനുള്ള കാര്യം, പലർക്കും ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്താണ് ഉള്ളത്, എവിടെയാണ് എന്താണുള്ളത് ഇന്നലെ കുറച്ച് ഡൗട്ടുകൾ കുറച്ച് പേര് ചോദിച്ചിരുന്നു നമ്മുടെ ഹെൽപ്പ് ലൈനിൽ. അതുകൊണ്ടാണ് ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എക്സാമിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അവിടെ വരുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾ ലൈവ് ക്ലാസ് ലിങ്ക്, ഇന്നത്തെ ലൈവ് ക്ലാസിന്റെ ലൈവ് ക്ലാസ് ലിങ്കുകൾ മുഴുവൻ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈവ് ക്ലാസ് ഇന്ന് വൈകുന്നേരം ചന്ദ്രബാബു സാറിന്റെ ലൈവ് ക്ലാസ് ഉണ്ടാവും. അങ്ങനെ ലൈവ് ക്ലാസ് ലിങ്കുകൾ നിങ്ങൾക്ക് ഈ സെക്ഷനിലാണ് കിട്ടുക. ഇനി മോട്ടിവേഷൻ ആൻഡ് സ്ട്രാറ്റജി വീഡിയോസ്, ഇങ്ങനെയുള്ള സ്ട്രാറ്റജി വീഡിയോസ്, പല സ്ട്രാറ്റജി വീഡിയോസ് ഉണ്ട്, മോട്ടിവേഷൻ വീഡിയോസ് ഉണ്ട്. അത് നമ്മുടേതായിരിക്കാം അല്ലെ പുറമേക്കാരതായിരിക്കാം. അപ്പൊ അതൊക്കെ നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, മോട്ടിവേഷൻ വീഡിയോസ്. ഓക്കെ. ഇനി അടുത്തതിന്റെ കാണുന്നത് ഡെയിലി ബൂസ്റ്റർ മുൻവർഷ ചോദ്യ പരിശീലനം. എല്ലാ ദിവസവും 6 മണി 6:30 സമയത്ത് മുൻവർഷ ചോദ്യ പരിശീലനം, അതായത് തൊട്ട് മുന്നേ LDCയുടെ LGSന്റെ ചോദ്യങ്ങളാണ് ഇവിടെ വരിക. അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അത് എല്ലാ ദിവസവും തന്നെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി കറണ്ട് അഫയേഴ്സ് എന്ന പേരിൽ ഇതാണ് കറണ്ട് അഫയേഴ്സ്. ഈ കറണ്ട് അഫയേഴ്സിൽ നോക്കുവാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് മാസ്റ്റർ പഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് കറണ്ട് അഫയേഴ്സ് മാസ്റ്റർ പഞ്ചിന്റെ. അശ്വിൻ സാർ ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഞാനൊന്ന് നേരിട്ട് കാണാൻ പറ്റില്ല, എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് എന്റെ വീഡിയോ ഓഫ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് മാസ്റ്റർ പഞ്ച് 2.0 ഈ ജനുവരി മുതൽ ഒക്ടോബർ വരെ, 2022 ജനുവരി മുതൽ 2023 ഒക്ടോബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ പുതിയ വേർഷൻ നമ്മൾ അടുത്ത 20-ാം തീയതി ഇറക്കും. അതിൽ 2022 ജനുവരി മുതൽ 2023 ജനുവരി വരെ ഉള്ളതുണ്ടാവും. അതായത് 2 വർഷത്തെ മുഴുവൻ ഉണ്ടാവും. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹമാണ്, നമ്മുടെ ജിൽസൺ സാറാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. ഒപ്പം ഇതില് കാര്യങ്ങൾ ഏതാണ്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിന്റെ ഇൻഡെക്സ് ആണ് പേജ് 5 നിയമനങ്ങൾ. ഈ പേജ് 5 നിയമനങ്ങളിൽ നീതി ആയോഗ് നിയമനം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേജ് 34 പദ്ധതികൾ, പേജ് 59 പുരസ്കാരങ്ങൾ, പേജ് 83 അന്താരാഷ്ട്രം, പേജ് 114 ഇന്ത്യ, പേജ് 170 കേരളം, പേജ് 203 കായികം, പേജ് 221 സമ്മേളനങ്ങൾ വേദികൾ, പേജ് 228 വിയോഗം, പേജ് 233 ഗ്രന്ഥങ്ങൾ എഴുത്തുകാരും, പേജ് 241 ആരോഗ്യം, പേജ് 244 പ്രധാന ദിനങ്ങൾ. അതായത് ഒരു കേരള PSCക്ക് വേണ്ട മുഴുവൻ കറണ്ട് അഫയേഴ്സ് കണ്ടന്റും ഇതിൽ വ്യക്തമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ, ഇത് നമ്മൾ PSC ടോക്സിന്റെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതിന്റെ താഴെ നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് കാണാം. നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്ന വീഡിയോസ് ആണെങ്കിൽ അപ്ലോഡ് ചെയ്യും. നമ്മുടെ മാത്രമല്ല മറ്റേ നല്ല വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യും. ഇനി SCERT എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് ഇതാണ് SCERTയുടെ ലിങ്ക്, സമഗ്ര പോർട്ടൽ ലിങ്ക് ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെയുണ്ട്. അതുപോലെ സിലബസ്, ഈ വർഷം നടക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളുടെ സിലബസ് കൂടി ഇതിൽ കാണാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റ് അതും ഇതിൽ അപ്ലോഡ് ചെയ്യും. നമ്മൾ പറയുന്നത് കേരള ഭരണം, പിന്നെയുള്ളത് മുഴുവൻ ഓരോ സബ്ജക്റ്റാണ്. കേരള ഭരണം, ഭരണ സംവിധാനങ്ങൾ, ഇംഗ്ലീഷ്, മലയാളം, ഗണിതം, കമ്പ്യൂട്ടർ, ഭൗതികശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, കലാ കായിക സാംസ്കാരികം, സുപ്രധാന നിയമങ്ങൾ, ഭരണഘടന, ജനതത്വശാസ്ത്രം, ഭൂമിശാസ്ത്രം, ചരിത്രം. അതായത് ഇന്ന് ഉദാഹരണമാണ്, ഇന്ന് ക്ലാസ് ചരിത്രമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലൈവ് ക്ലാസ് ലിങ്ക് മുകളിൽ ഇവിടെ ഉണ്ടാവും, ലൈവ് ക്ലാസ് ലിങ്ക്. പക്ഷെ അതിന്റെ റെക്കോർഡിംഗ് നോട്ട്സ് എവിടെ വരും?
ഈ ചരിത്രത്തിൽ വരും. ഓക്കെ, അപ്പൊ അതായത് അതിന്റെ റെക്കോർഡിംഗ് ഉണ്ടാകും, അതിന്റെ തൊട്ടുതാഴെ അതിന്റെ നോട്ട്സ് ഉണ്ടാകും. ഇക്കാര്യം ക്ലിയർ ആണ് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഏതായാലും ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് തന്നെ പോവാം. ഓക്കെ, ഓക്കെ, ഇവിടെ 20ാമത്തെ ചോദ്യം എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന അല്ലേ? അതെ. ഓക്കെ, അപ്പം 20ാമത് ചോദ്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ചന്ദ്രബാബു സാർ ഡീൽ ചെയ്യുന്ന ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലിക അവകാശത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ സാറ് ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്യുന്ന കാര്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അത് നമ്മുടെ നോട്ടിലുള്ള കാര്യങ്ങളാണ്. കൃത്യമായിട്ട് ചോദിച്ചിരിക്കുന്നു 25 മുതൽ, അനുച്ഛേദം 25 മുതൽ 28 വരെ നമ്മൾ എന്ത് അവകാശങ്ങളെയാണ് കാണുന്നത്? ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി സമത്വത്തിനുള്ള അവകാശം, ഓപ്ഷൻ സി ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം, ഓപ്ഷൻ ഡി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ഇതിൽ ഏത് അവകാശമാണ് നമ്മൾ അനുച്ഛേദം 25 മുതൽ 28 വരെ കാണുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് ഉത്തരം? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? എന്തായിരിക്കും ഇതിന്റെ ഉത്തരം? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ നമ്മൾ ഏത് അവകാശമാണ് കാണുന്നത്? യെസ്, അനില ഉത്തരം പറയുന്നു, ശരിയാണ്. ബാക്കിയുള്ളവരൊന്ന് കമന്റ് ചെയ്യാമോ കമന്റ് ബോക്സിൽ? സാറിന് റിപ്ലൈ വരുന്നുണ്ടാവും, എനിക്കും സന്ധ്യ ഡി എന്ന് പറയുന്നു. എയും ബിയും സിയും ഡിയും വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓരോരുത്തരും ഡി ആണോ എന്ന് ചോദിക്കുന്നു. വെരി ഗുഡ്. ശരണ്യ ശരണ്യ ശരിയാണ്. അരുണേ ശരിയാണ്. യെസ്, ആദർശ് ഒന്നുകൂടെ ചിന്തിക്കേണ്ടി വരും. നമ്മൾ സാറേ ഇതിന്റെ ഉത്തരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നുള്ളതാണ്. ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റിയാണ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ കാണുന്നത്. അതേസമയത്ത് ഇവർ പറഞ്ഞ ഓപ്ഷൻ ബി, പലരും പറഞ്ഞ ഓപ്ഷൻ ബി സമത്വത്തിനുള്ള അവകാശം, അതായത് റൈറ്റ് ടു ഇക്വാളിറ്റി, നമ്മൾ എവിടെയാ കാണുന്നത്? റൈറ്റ് ടു ഇക്വാളിറ്റി, അതുപോലെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ആർട്ടിക്കിൾ 14 കാണുന്നത് സമത്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഇക്വാളിറ്റി നമ്മൾ മൗലിക അവകാശങ്ങളുടെ ആർട്ടിക്കിൾ 14 കാണുന്നത്. അതേസമയത്ത് സി പറഞ്ഞവരുണ്ട് ഭരണഘടനാപരമായ പരിഹാരം കാണുവാനുള്ള അവകാശം. ഇത് നമ്മൾ എവിടെയാ കാണുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നൊക്കെ പറയും. ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം എവിടെയാ? ആർട്ടിക്കിൾ 32 കാണുന്നത്. എവിടെ? ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ആർട്ടിക്കിൾ 32 അതുപോലെ ഡി പറഞ്ഞവരുണ്ട് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ എന്ന് പറഞ്ഞവരുണ്ട്. ഇത് നമ്മൾ എവിടെയാ കാണുന്നത്? ഇത് നമ്മൾ 29 30 കാണുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെ കാണുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾ 29, 30 എന്നീ ആർട്ടിക്കിളുകളിലാണ്. അപ്പോ നമ്മുടെ ചോദ്യം ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നുള്ളതാണ് ശരി. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാണ്, നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് എഴുതിയെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, നമ്മൾ ഓരോ ഓപ്ഷൻ എടുത്ത് അനലൈസ് ചെയ്യാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസ് തന്നെയാണ്. അതായത് ഈ ഒരു ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് പഠിക്കാനുള്ള ഒരു ക്ലാസ് തന്നെയാണ്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, എഴുതിയെടുക്കാനും ഉറപ്പുവരുത്തുക. ഓക്കെ. അപ്പോ അടുത്ത 21ാമത് ചോദ്യം വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഒരു എലിമിനേഷനിലൂടെ ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ വായിക്കേണ്ടതുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ ഒന്ന് ചിന്തിച്ച് ചെറിയൊരു ടെൻഷൻ തോന്നുമെങ്കിലും അങ്ങനെ ഒരു ടെൻഷനും വേണ്ട. വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. അതായത് ചോദ്യം ഇതാണ്: സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഇവിടെ നമുക്ക് ഒരു ഇന്റലിജന്റ് ഓപ്ഷണൽ ടെക്നിക്സ് വളരെ സ്മാർട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. യെസ് സാർ, അതിന്റെ സ്ട്രാറ്റജി എങ്ങനെയാണ് അതിലേക്ക് വരുന്നത് ജസ്റ്റ് ഒന്ന് പറയാമോ സാറേ? IoT. അതെ, ഇതില് സന്ധി ചോദിക്കുന്നത് റിപ്പീറ്റ് 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നു. 20ാമത്തെ ചോദ്യം റിപ്പീറ്റ് ചെയ്താണോ അല്ലെങ്കിൽ ഇത് റിപ്പീറ്റഡ് 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്? ഒന്ന് ഉദ്ദേശിക്കുന്ന 20ാം ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്നാണോ, അല്ലെങ്കിൽ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യം PSC ചോദ്യം ആണെന്നാണോ ഉദ്ദേശിക്കുന്നത്? നമ്മളിതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കണ്ടിട്ടില്ല. എന്തായാലും അശ്വിൻ സാർ ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോ ഒന്നുകൂടെ. അതായത് പെട്ടെന്ന് 20ാമത്തെ ചോദ്യം ഇത്രേ ഉള്ളൂ. മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു മൈക്രോ ടോപ്പിക്കിൽ നിന്നും PSC ചോദിച്ചൊരു ചോദ്യം. അതിനകത്ത് നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പാർട്ടിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയുക? പാർട്ട് എത്രാമത്തെ പാർട്ടിലാണ് മൗലിക അവകാശങ്ങൾ കാണുന്നത്? പാർട്ട് 3 അല്ലേ? പാർട്ട് 3 ഇന്ത്യൻ ഭരണഘടനയുടെ 3ാമത്തെ പാർട്ടിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കാണുന്നത്. എത്രാമത്തെ ആർട്ടിക്കിൾ മുതലാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് കാണുന്നത്?
നമ്മുടെ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിൾ മുതലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കാണുന്നത്? ആർട്ടിക്കിൾ 12 മുതലാണ് അല്ലെ? ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ കാണുന്നത് ആർട്ടിക്കിൾ 12 മുതലാണ്. ഇനി നമ്മുടെ അവകാശങ്ങളെ പറ്റി മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 14 മുതലാണ്. ആർട്ടിക്കിൾ 14 കൃത്യമായിട്ട് പറയുന്നു റൈറ്റ് ടു ഇക്വാളിറ്റി. ഈ 14 മുതൽ 32 വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരുപാട് മൗലിക അവകാശങ്ങൾ നമുക്കുണ്ട്. നമ്മളത് കൃത്യമായിട്ട് പൊളിറ്റി ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇതിൽ നിന്നും അവർ ചോദിച്ചൊരു ചോദ്യമാണ് ആർട്ടിക്കിൾ 25, 26, 27, 28 എന്നീ ആർട്ടിക്കിളുകൾ ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഇതാണ് ചോദ്യം. ഡയറക്റ്റ് ആയിട്ട് ആർട്ടിക്കിൾ 25 എന്താണ്, 26 എന്താണ് എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളുകൾ ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദ്യം. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഇതിന്റെ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്താ? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണോ, അല്ലെങ്കിൽ ഇക്വാലിറ്റി സമത്വത്തിനുള്ള അവകാശമാണോ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലെങ്കിൽ ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണോ, അതോ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണോ? ഇതിൽ ഏത് അവകാശത്തെയാണ് നമ്മൾ 25 മുതൽ 28 വരെയുള്ള അനുച്ഛേദങ്ങളിൽ കാണുന്നത്? അതിനുള്ള ഉത്തരവാണ് സാർ പറഞ്ഞത്, ഇത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിളുകളാണ്. മതസ്വാതന്ത്ര്യത്തെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 26, 27, 28. ഇതാണ് ഉത്തരം. ഇതിൽ എവിടെയാണ് സംശയം വന്നത് എന്നുള്ളത് ഒന്ന് ക്ലിയർ ആയെങ്കിൽ എനിക്ക് തോന്നുന്നത് മറ്റ് കാര്യങ്ങൾ അതൊന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ എഴുതാം. ഞാൻ എഴുതാൻ പറ്റില്ല, അതുകൊണ്ടായിരിക്കും. സമത്വത്തിന്റെ അവകാശം പറഞ്ഞോളൂ. റൈറ്റ് ടു ഇക്വാളിറ്റി അല്ലെ, ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്ന സമത്വത്തിനുള്ള അവകാശമാണ് റൈറ്റ് ടു ഇക്വാളിറ്റി. ആർട്ടിക്കിൾ 14 കേട്ടോ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 നമ്മൾ കാണുന്നതിനാണ് സമത്വത്തിനുള്ള അവകാശം. അതുപോലെ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം 32, ആർട്ടിക്കിൾ 32 സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം 29, 30 മുതലായ ആർട്ടിക്കിളുകളിലാണ് കാണുന്നത്. 29, 30 ആർട്ടിക്കിളുകളിലാണ് കാണുന്നത്. അതൊന്ന് സാർ നോട്ട് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് അത് എഴുതി വെക്കാനായിട്ട്. ഇതോടുകൂടി ആ ഒരു പ്രശ്നം ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, അതെ അതെ അതെ, സന്ധ്യയാണ് ചോദിച്ചത്. സന്ധ്യ ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി 21ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, അതില് ഓക്കെ സന്ധ്യ ക്ലിയർ ആണെന്ന് പറയുന്നു. ഓക്കെ, യെസ്, വെരി ഗുഡ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ലേ സാറേ? ഓക്കെ, അപ്പൊ നമുക്കിനി 21ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. യെസ്, അപ്പോ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കട്ടെ? ഓക്കെ, വായിച്ചോളൂ. അപ്പോ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കണം, ശരിയായ പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതൊരു കീവേഡാണ് അല്ലേ സാറേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ അതിന്റെ നമ്മുടെ ഓപ്ഷൻ ടെക്നിക്സിലേക്ക് നമുക്ക് കടക്കാം. ഒന്ന് അപ്ലൈ ചെയ്തു സാറേ, ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഓക്കെ, അപ്പൊ 21ാമത്തെ ചോദ്യമാണ്. 21ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ മുന്നേ എന്താണ് ഈ ഒരു ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ് എന്നുള്ളത് ഞാൻ പറയാം. എന്താണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്? ഇത്രയേ ഉള്ളൂ. ഇന്റലിജന്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ്, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു IoT എന്നുള്ളത് ഇന്റലിജന്റ് ആയിട്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാന്നുള്ളതാണ്. എലിമിനേഷൻ ടെക്നിക്സ്, അതായത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഉണ്ട് ABCD എന്ന് പറയും, അത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു 3 സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഞാനും അതുപോലെ അശ്വിൻ സാറ്, പ്രശാന്ത് സാറ് ഇവരൊക്കെ വരുന്ന പരീക്ഷയിൽ ഉപയോഗിച്ചിട്ടുള്ളതും അതുപോലെ ഇനി നടക്കുന്ന കേരള PSC പരീക്ഷയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്, ആണ്. 3 സ്റ്റെപ്പ് പ്രോസസ് എന്നൊക്കെ പറയുമ്പോൾ ഇത്ര സമയമുണ്ടോ സാറേ? 40 സെക്കൻഡേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും. അത് 40 സെക്കൻഡ് ആണ്. പെട്ടെന്ന് ഒരു അറിയാവുന്നവരാണെങ്കിൽ പെട്ടെന്ന് പടപടയെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തെ ഫസ്റ്റ് സ്റ്റെപ്പില് സ്റ്റെപ്പ് 1, ഐഡന്റിഫൈ ദ കീവേഡ്. കീവേഡിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ചോദ്യം മുഴുവൻ വർണ്ണിക്കുന്നത് ഒരു പ്രത്യേക കാര്യത്തെ കുറിച്ചായിരിക്കും. ഓക്കെ, നമുക്ക് ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം. അവിടെ ഇപ്പൊ എന്താണ് ചോദിക്കുന്നത്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ. ഈ ഇത് പ്രസ്താവന രീതിയിലെ ചോദ്യങ്ങളെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയാണ്. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളെ ടാക്കിൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡ്സിൽ ഒന്നാണ് IoT എന്നുള്ളത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഒരു പ്രത്യേക കാര്യത്തെ കുറിച്ച് വർണ്ണിക്കുകയാണ് ഈ പറഞ്ഞ മുഴുവൻ പ്രസ്താവനകൾ. അതായത് ഒന്നെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് വർണ്ണിക്കുകയാണ്. ആ വർണ്ണിക്കുന്ന ഏതാണോ അതാണ് എന്ത് കീവേഡ് ആയിട്ട് വരുന്നത്. അതിനെക്കുറിച്ചുള്ള വർണ്ണനയാണ് താഴെയുള്ള ഓപ്ഷൻസ് ആയിട്ട് നമ്മൾ കാണുക, ഈ പ്രസ്താവനകളായിട്ട് നമ്മൾ കാണുക.
ഇനി രണ്ടാമത് നമ്മൾ കാണേണ്ടത് സ്റ്റെപ്പ് 2 നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ്, അതായത് ശരിയായത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ടാഗ്സ് ആയിരിക്കും വരിക. ശരിയായത് ഏത് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ളത്, നമ്മൾ എളുപ്പമാണ്, കുറച്ചുകൂടി ഡയറക്റ്റ് ആണ്. ശരിയല്ലാത്ത ഏത് ഇൻഡയറക്റ്റ് ആണ്. അപ്പൊ അതാണ് ഇതിൽ ബന്ധമില്ലാത്തത് ഏത്. അപ്പൊ എന്താണ് അതും നമുക്ക് അത് അതായത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ബന്ധം ഇല്ലാത്തത് ഏത്, ബന്ധമുള്ളത് ഏത്, താഴെ തന്നിരിക്കുന്ന തെറ്റായത് ഏത്, താഴെ തന്നിരിക്കുന്നതിൽ സാമ്യമുള്ളത് എന്നൊക്കെ പറഞ്ഞ് പല വേർഡുകൾ ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ താഴെ തന്നുള്ള ശരിയല്ലാത്തത് ഏത് എന്നുള്ളതായിരിക്കാം ക്വസ്റ്റ്യൻ ടാഗെങ്കിൽ നമ്മൾ പെട്ടെന്ന് അപ്പുറത്തെ ഒരു വെപ്രാളത്തിന് ഓക്കെ കുറച്ച് ശരിയായത് പോയി കറുപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറ്റുക, നമ്മൾ തെറ്റിപ്പോകും. നമുക്ക് അറിയാവുന്നതാണെങ്കിൽ പോലും ക്വസ്റ്റ്യൻ ടാഗ് അതല്ല ചോദിച്ചിരിക്കുന്നത്, അതനുസരിച്ചല്ല നമ്മൾ ഉത്തരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് 3 എലിമിനേഷൻ. സ്റ്റെപ്പ് 3 എലിമിനേഷൻ. എലിമിനേഷൻ എന്നുള്ള സ്റ്റെപ്പ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം ആ ചോദ്യം വായിക്കും, പിന്നെ അതിന്റെ ഓപ്ഷൻസ് മുഴുവൻ വായിക്കും, എന്നിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തും. പക്ഷെ ഈ മൂന്നാമത്തെ എലിമിനേഷൻ ഉള്ള ഒരു സ്റ്റെപ്പിൽ ആദ്യം നമ്മൾ ചോദ്യം വായിക്കണം. പക്ഷെ എന്നിട്ട് ആദ്യത്തെ പ്രസ്താവന വായിച്ചു, ആ പ്രസ്താവന തെറ്റാണോ അല്ലെ ശരിയാണെന്ന് തോന്നി, അത് അറിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഓപ്ഷനിലേക്ക് പോയി അത് എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ഇത് തന്നെ, അതായത് ആദ്യത്തെ ആ ഒരു പ്രസ്താവന കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്നിരിക്കും. പിന്നെ ബാക്കി പ്രസ്താവന വായിക്കേണ്ട കാര്യമുണ്ടോ? വായിച്ച് സമയം കളയേണ്ട കാര്യമുണ്ടോ? അതിന്റെ പ്രസക്തിയേ ഇല്ല. നമുക്ക് ആൻസർ ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ അങ്ങനെയാണ് കേരള PSCയുടെ മുഴുവൻ ചോദ്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. കീവേഡ്, ക്വസ്റ്റ്യൻ ടാഗ്, എലിമിനേഷൻ, ഇതാണ് 3 സ്റ്റെപ്പ്. ഐഡന്റിഫൈ ദ കീവേഡ്, then identify the question tag. Step 3 is elimination. Keyword, question tag, elimination. Okay, keyword, question tag, elimination. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ഇതാണ് നമ്മൾ IoT എന്നുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങളെ തകടം മറിക്കാൻ, അട്ടിമറിക്കാൻ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. ഓക്കെ, നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഓക്കെ അശ്വിൻ സാർ ഞാൻ ഇത് ചെയ്യാം. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ അശ്വിൻ സാർ ഇതിൽ കൂടുതൽ സ്മാർട്ടായിട്ട് IoT ഉപയോഗിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ IoTയുടെ ആദ്യത്തെ കീവേഡ്, എന്തിനെ കുറിച്ചാണോ വർണ്ണിക്കുന്നത് അത് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഈ ചോദ്യം ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ മുന്നിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ ചോദ്യം ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇതിലെ കീവേഡ് ഏതാണ്? എന്തിനെ കുറിച്ചാണ് ഈ താഴെ ഇനി വരുന്ന മുഴുവൻ കാര്യങ്ങൾ 4-5 സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും വർണ്ണിക്കുന്നത്? എന്തിനെ കുറിച്ചുള്ള ഇതിന്റെ കീവേഡ് എന്താണ്? നിങ്ങൾ തന്നെ പറയൂ. എന്താണ് 21ാമത്തെ ചോദ്യത്തില് കീവേഡ് ആയിട്ടുള്ള എന്താണ്? എന്തിനെ കുറിച്ചാണ് ഈ കാര്യങ്ങൾ മുഴുവൻ വർണ്ണിക്കുന്നത്? അതായത് നോക്കുക, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ. ഇതിൽ ഞാൻ പറയാം, നമുക്ക് സമയം കളയണ്ട. ഇത്രയേ ഉള്ളൂ. ഇതിന്റെ കീവേഡ് വരുന്നത് എന്താണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ. ഇതാണ് കീവേഡ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ നിയമനം അല്ലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, ഇതാണ് കീവേഡ്. കറക്റ്റ് ആണ്, ഇതാണ് കീവേഡ്. ഇദ്ദേഹത്തെ കുറിച്ചുള്ള വർണ്ണനയാണ് നമ്മൾ താഴത്തെ 4 സ്റ്റേറ്റ്മെന്റിലായിട്ട് കാണുന്നത്. ആണല്ലോ? അതെ. ഓക്കെ, ഒരു സംശയമൊന്നുമില്ല. ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള വർണ്ണന, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള വർണ്ണനയാണ് നമ്മൾ കാണുന്നത്. ഇത് തന്നെയാണ് കീവേഡ്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ. ഇനി കുറച്ച് എന്താണ് ഞാൻ ഈ ചോദ്യം നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ കീവേഡ് നമ്മുടെ മനസ്സിലുണ്ട്. ഇനി നമ്മൾ കുറച്ച് ആ കീവേഡിനെ കുറിച്ച് പെട്ടെന്ന് ചിന്തിച്ചു നോക്കുക. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ. അപ്പൊ എന്താണ്? ഒരു സംസ്ഥാനത്ത് ഇലക്ഷൻ നടത്താൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ. ഇനി ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ക്ലാസ്സുകളിൽ ചന്ദ്രബോസ് സാർ തന്നെ എടുക്കും. അതുപോലെ അശ്വിൻ സാറും കുറച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ പഠിക്കും. പക്ഷെ ഇത് പഠിക്കുന്നതിനെ കുറിച്ചുള്ളതല്ല, നമ്മൾ പഠിക്കാതെ തന്നെ ഇങ്ങനെ ഉത്തരത്തിലേക്ക് എത്താനുള്ളതാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, അതായത് സംസ്ഥാനത്ത് ഇലക്ഷൻ നടത്താൻ ബാധ്യസ്ഥനായുള്ള ഉദ്യോഗസ്ഥൻ. ഓക്കെ, അപ്പൊ ഇപ്പൊ കേരള സംസ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹം കേരളത്തിലെ ആ ഇലക്ഷൻസ് ഒക്കെ അദ്ദേഹമായിരിക്കും ഹാൻഡിൽ ചെയ്യും. ഓക്കെ, ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചു. ഓക്കെ, ഇനി അടുത്തെന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് കണ്ടെത്തണം. ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? നിയമനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്. തെറ്റായ പ്രസ്താവന അല്ല, എന്താണ്? ശരിയായ പ്രസ്താവന. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ആദ്യം കീവേഡ് ഐഡന്റിഫൈ ചെയ്ത് ക്വസ്റ്റ്യൻ ടാഗ് ഐഡന്റിഫൈ ചെയ്തു. ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. അതായത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നത് ഗവർണറാണ്. അതെ, സംസ്ഥാനത്തെ ആളുകളൊക്കെ നിയമിക്കുന്ന ഗവർണറല്ലേ? വളരെ ചുരുങ്ങിയ ആളുകളെ മാത്രമേ രാഷ്ട്രപതി നിയമിക്കുന്നുള്ളൂ. ഭൂരിഭാഗം ആളുകൾ നിയമിക്കുന്നത് ഗവർണറാണ്.
അപ്പോൾ എന്താണ് ഒന്നാമത്തത് കറക്റ്റ് ആണ്. ഒന്നാമത്തെ കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾക്ക് എന്താണ് വേണ്ടത്? ശരിയായിട്ടുള്ളതാണ് വേണ്ടത്. അപ്പൊ ഒന്ന് എന്തിലുണ്ടായിരിക്കണം? ഒന്ന് ആൻസറിൽ ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ്? എയിൽ ഒന്നുണ്ടോ? എയിൽ ഒന്നില്ല. അപ്പൊ എ ആവാൻ സാധ്യതയുണ്ടോ? എ ആവാൻ സാധ്യതയില്ല. ഇനി ബിയിൽ ഒന്നുണ്ടോ? ബിയിൽ ഒന്നുണ്ട്. ബി ആവാൻ സാധ്യതയുണ്ട്. സിയിൽ ഒന്നുണ്ടോ? സിയിൽ ഒന്നില്ല. അപ്പൊ സി ആവാൻ സാധ്യതയില്ല. ഡിയിൽ ഡിയിൽ ഒന്നുണ്ടോ? ഡിയിൽ ഒന്നില്ല. ഓക്കെ, ഡിയിൽ ഒന്നില്ല. അപ്പൊ ഡി ആവാൻ സാധ്യത ഉണ്ടോ? ഡി ആവാൻ സാധ്യതയില്ല. അപ്പൊ നിനക്ക് എന്ത് എത്തി? ആൻസർ കിട്ടി. കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? അതായത് ബാക്കി 3 ഓപ്ഷൻസ് നമ്മൾ വായിച്ചിട്ട് പോലും ഇല്ല, ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ എല്ലാ ഓപ്ഷൻസും വായിക്കേണ്ടതാണ്. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണർ ആണ്. ഓക്കെ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ്. നമ്മൾ ആലോചിക്കും, അതായത് സംസ്ഥാനത്തുള്ള ആളുകൾ നിയമിക്കുന്ന ഗവർണറല്ലേ? ഇപ്പോഴത്തെ എന്താണ് ആരിഫ് ഖാനാണ് വി സി നിയമിക്കുന്നത്. സംസ്ഥാനത്തുള്ള സർവകലാശാലകളിലെ വി സി നിയമിക്കുന്നത് ആരിഫ് ഖാനാണ്. അതാണ്. പിന്നെ അതുപോലെ സംസ്ഥാനത്തുള്ള ബാക്കി ആളുകൾ നിയമിക്കുന്നത് കുറച്ച് ഹൈക്കോടതി ഒഴികെ ബാക്കി ആളുകളൊക്കെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന ചീഫ് സെക്രട്ടറി നിയമിക്കുന്നത് മുഖ്യമന്ത്രി നിയമിക്കുന്നത് ഗവർണറാണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമുക്ക് വായിച്ചു നോക്കുന്നു. ഒന്നുകൂടെ വായിച്ചു നോക്കാം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നത് ഗവർണറാണ്. കറക്റ്റാണ്. ഓക്കെ, കറക്റ്റാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഒന്ന് ആൻസറിൽ വേണം. ഇനി എന്താണ്? ഇനി ഇത് 4 വായിച്ചുകൊണ്ട് സമയം കളയല്ലേ വേണ്ട. ആദ്യം ഓപ്ഷനിലേക്ക് വരാം. ഒന്ന് എയിൽ ഒന്നുണ്ടോ? എയിൽ ഒന്നില്ല. അപ്പൊ എ ആണോ ആൻസർ? അല്ല, എ അല്ല. കാരണം ഒന്ന് വേണം. ശരിയായതാണ് ഇത്. ശരിയായെന്ന് പറയുമ്പോൾ ഒന്ന് വേണം. ഒന്നില്ലാത്ത ഒന്നെന്തായാലും നിർബന്ധമാണ് ആൻസറിൽ. ഓക്കെ, ബിയിൽ ഒന്നുണ്ടോ? ബിയിൽ ഇതേ ഒന്ന് കിടക്കുന്നു. ബി ആവാം ആൻസർ, ഉറപ്പിക്കാറായിട്ടില്ല. സിയിൽ ഒന്നുണ്ടോ? സിയിലില്ല. 2, 3, 4. സിയില്ല, സി വെട്ടി. ഡിയിൽ ഒന്നുണ്ടോ? ഡിയിൽ 2, 4. ഡിയും വെട്ടി. അപ്പൊ എന്താ ആൻസർ? ബി ആയി. ഓക്കെ, ഇനി ഇത് അറിയില്ലെങ്കിൽ നമുക്ക് ഇനി ആദ്യത്തെ ചോദ്യം ഇതാണ്ട് ഇനിയിപ്പോ ഇതിൽ സംശയമുള്ളവർക്ക് ചിലപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വേണം പോവാം. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് എന്തായി? ആൻസർ കിട്ടി. ബാക്കി 2, 3, 4 എന്നിവ എന്താണ്? നിങ്ങൾ വായിക്കുക പോലും. ഇന്ന് നമുക്ക് അടുത്ത 22ലേക്ക് പോവാം. 22. അക്ഷയ് സാറേ, നമുക്ക് 22ാം ചോദ്യത്തിലേക്ക് പോവാം അല്ലെ? ചോദ്യത്തിലേക്ക് പോവാം. പിന്നെ ഒരു ചെറിയൊരു കാര്യം അത്ര സിമ്പിൾ മാത്രമാണ്. ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ് വെച്ച് വളരെ സിമ്പിൾ ആണ്. പ്രസ്ഥാന രീതിയിൽ ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ WTO തുടങ്ങിയത് ഏത് വർഷമാണ്? 1995 എന്നുള്ളത് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ് പ്രസ്ഥാന ചോദ്യങ്ങളാണ് അതിൽ കൂടുതൽ നല്ലത്. വൺ വേർഡ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വൺ വേർഡ് ചോദ്യങ്ങളാണെങ്കിൽ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പ്രസ്ഥാന രീതിയിലുള്ള ചോദ്യങ്ങളാണെങ്കിലോ നമ്മുടെ കോമൺ സെൻസ് വെച്ച് അറിയില്ലെങ്കിൽ പോലും ആൻസർ എത്തിക്കാൻ പറ്റും. അവിടെ കുറെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. PSC ആയതുകൊണ്ട് നമുക്ക് തരുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റിലും ഇതുപോലെ എലിമിനേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ അവർ വെക്കും. എലിമിനേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാവും. അപ്പൊ ആ ക്വസ്റ്റ്യനകത്ത് എലിമിനേഷൻ സാധ്യത കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു ടാസ്ക്. അത്രേ ഉള്ളൂ. പ്രസ്ഥാന രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് സാധാരണ രീതിയിൽ PSC ലെവലിൽ പഠിക്കുന്നവര് അവര് റാങ്ക് ഫയൽ വെച്ച് മകപ്പ് ചെയ്ത് ആ 95 WT ആരംഭിച്ച് 95 എന്ന് പറഞ്ഞ് ഒരു തത്തമ്മ അല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞ് പഠിച്ച് അതങ്ങ് പോയി എഴുതുക. പക്ഷെ പ്രസ്ഥാന രീതിയിലുള്ള ചോദ്യങ്ങൾ ഒന്നും അവർ പേടിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ PSC ലെവലിൽ പഠിക്കുന്നവർ ഭൂരിഭാഗം ഈ വൺ വേർഡ് ചെയ്യുമായിരിക്കും. പക്ഷെ പ്രസ്ഥാന രീതിയിലുള്ള ചോദ്യങ്ങൾ ചെയ്യുന്നവർക്കാണ് എന്താണ് ഒരു മുൻതൂക്കം, റാങ്കിൽ ആദ്യം എത്താൻ പറ്റുക. അതുകൊണ്ട് പ്രസ്ഥാന രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കൂടുതൽ വരട്ടെ, നമ്മൾ എലിമിനേഷൻ ടെക്നിക്സ് വെച്ച് ആൻസർ ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇനിയിപ്പം ഇത് ഇത്രയേ ഉള്ളൂ. അതെന്താണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കീവേഡ് ഐഡന്റിഫൈ ചെയ്തു, ഒന്ന് ചിന്തിച്ച് നോക്കി. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് ഐഡന്റിഫൈ ശരിയായതാണ്. നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ ഓപ്ഷൻ വായിച്ചു. ഓക്കെ, കറക്റ്റ്. ഓക്കെ, ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ എന്താണ്? നമ്മൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു, ആൻസറിലേക്ക് എത്തി. ഇനി 2, 3, 4 ഓപ്ഷൻ വായിച്ച് തല പോയിക്കേണ്ട കാര്യമില്ല, അത് ചിന്തിക്കുക വേണ്ട. ഓക്കെ, അപ്പൊ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഏതായാലും നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു, നമ്മൾ 22ലേക്ക് പോകേണ്ടതാണ്. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അറിവിലേക്ക്, എക്സാം ആണെങ്കിൽ ഇത് വായിക്കാൻ നിൽക്കത്തില്ല, അറിവിലേക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചേക്കാം. രണ്ടാമത്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഇത് ചോദ്യം ചെയ്തില്ല, ചോദ്യം നമ്മൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ആൻസർ പി എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ എലിമിനേഷൻ ടെക്നിക്സ് നല്ല സ്റ്റേറ്റ്മെന്റ് വായിച്ചേക്കാം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പൊ ഇത് തെറ്റാന്നറിയാം. അപ്പൊ അതാണെങ്കിൽ പോലും എന്താണ്? 2 തെറ്റാണെങ്കിൽ എയിൽ 2 വേണ്ട, ബിയിൽ 2 ഇല്ല, സിയിൽ 2 ഉണ്ട്, അപ്പൊ തെറ്റായിരിക്കും. ഡിയിൽ 2 ഉണ്ട്, അപ്പൊ തെറ്റായിരിക്കും. എന്നാലും ആൻസർ എന്ത് തന്നെയാണ്? ബി ആണെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഓക്കെ, കാരണം എന്താണ്? 2 തെറ്റാണ്. അപ്പൊ തെറ്റായത് എന്താണ്? ആൻസർ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ 2 എന്നുള്ളത് എയിൽ 2 ഉണ്ട്, സിയിൽ 2 ഉണ്ട്, ഡിയിൽ 2 ഉണ്ട്. അപ്പൊ ആൻസർ എന്ത് തന്നെയായിരിക്കും? ബി തന്നെയായിരിക്കും. ഓക്കെ, അത് മറ്റൊരു അടുത്തൊരു എലിമിനേഷൻ, പക്ഷേ അതിന്റെ ആവശ്യമില്ല, ഫസ്റ്റ് ലെവൽ തന്നെ ഉപയോഗിക്കാം.
ഇനി മൂന്നാമത്തെ കാര്യം, കാലാവധി 65 വയസ്സ് വരെയോ പരമാവധി 5 വർഷമോ ആകുന്നു. അറിയില്ല, എനിക്കറിയില്ല. എനിക്ക് correct ഞാൻ സത്യമായിട്ട് പറയാണ്, അങ്ങനെ ആയിരിക്കാം. 5 ആണോ 6 ആണോ വർഷം എന്ന് അറിയില്ല. ഇതൊന്നും അറിയേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, ഈ ഒരു ചോദ്യം ചെയ്യണമെന്ന് അറിയേണ്ട കാര്യമില്ല. നാലാമത്തെ കാര്യം, ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 243 വകുപ്പ് പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നത്. നല്ല കാര്യം, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണെന്നുള്ളത്. ഇത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ എനിക്ക് ആകെ ഇവിടെ അറിയാവുന്ന കാര്യം, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നത് ഗവർണറാണ്. അത്ര അറിഞ്ഞാൽ മതി, ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഓക്കെ, ഇത് സാധാരണ രീതിയിൽ ഒരു സാധാ PSC ചോദ്യമാണെങ്കിൽ, ഒരു വൺ വേർഡ് ചോദ്യമാണെന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള അനുച്ഛേദം ഏത്, 243I 243K എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭൂരിഭാഗം ആളുകൾക്ക് ചിലപ്പോൾ അത് ഉത്തരം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഭയപ്പെടേണ്ട. അത് നമുക്കൊരു എന്താണ്, ഒരു ബ്ലെസ്സിങ് ആണ്, ഒരു നല്ല കാര്യമാണ്. നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് പടപടയെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, 45 സെക്കൻഡിൽ 5 സെക്കൻഡ് കൊണ്ട് തന്നെ ആൻസറിലേക്ക് എത്താം. ബാക്കി 40 സെക്കൻഡ് നമുക്ക് വേറെ എന്തെങ്കിലും വിഷമമുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ സാർ ഈ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന്, എല്ലാവർക്കും ക്ലിയർ അതെ, ആയെന്ന് നമുക്ക് യെസ്. അല്ലേ? അപ്പൊ ഇനി തുടർന്ന് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് റിവൈസ് ചെയ്യാം സാറേ, കുഴപ്പമൊന്നുമില്ല. അതെ യെസ്, അതെ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്. അപ്പൊ 22ാമത്തെ ചോദ്യം, കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? അപ്പൊ ഇത് നമ്മുടെ ഒരു കറന്റ് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അതേ സമയത്ത് SCERT പുസ്തകങ്ങളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് കേരളത്തിന്റെ സുപ്രധാനമായ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങള്, കീട നിരീക്ഷണ കേന്ദ്രങ്ങള്, തോട്ടവിള ഗവേഷണ കേന്ദ്രങ്ങള്, ഇതൊക്കെ എവിടെയാണെന്നും ഇതിന്റെ ആസ്ഥാനം എവിടെയാണെന്നും സിലബസിനകത്തുള്ള ഒരു കാര്യമാണ്. SCERT നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ നിലവിൽ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി കൊല്ലമാണ്. കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ്, കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള കീട നിരീക്ഷണ കേന്ദ്രം കൊല്ലത്താണ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ സാർ, പ്രാക്ടീസ് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അത് സാർ, അത് കൊല്ലല്ല സാർ, അത് പെട്ടെന്ന് വിട്ടുപോയതായിരിക്കാം. അത് ആലപ്പുഴയാണ്. ആലപ്പുഴയിലാണോ? ഓക്കെ, ആലപ്പുഴയാണ്. ആലപ്പുഴ. ഓക്കെ, ശരി, ആലപ്പുഴയിലാണ്. ഓക്കെ, ശരി ശരി, ഓക്കെ. അപ്പം ആലപ്പുഴ കേട്ടോ. ഓപ്ഷൻ തെറ്റരുത്. ഓപ്ഷൻ എനിക്ക് തെറ്റുപറ്റിയതാണ്, മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓപ്ഷൻ ബി ആലപ്പുഴ എന്നുള്ളതാണ് ശരി ഉത്തരം കേട്ടോ. കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം ഓപ്ഷൻ ബി ആലപ്പുഴയിലാണ്. അപ്പൊ ഈ ആലപ്പുഴ എന്നുള്ളതും ഈ പെസ്റ്റ് മാനേജ്മെന്റ് സെന്റർ എന്നുള്ളതും ഒക്കെ SCERT പുസ്തകങ്ങളിലുണ്ട്, ടേബിൾ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ പുസ്തകം വായിച്ചവർക്ക് വേണമെങ്കിൽ ഈ ആൻസർ കൃത്യമായിട്ട് കണ്ടുപിടിക്കായിരുന്നു. പിന്നെ ഇതൊരു സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു സാധ്യത ഉള്ളത്, നമ്മുടെ PSC ടോക്സിന്റെ ക്വസ്റ്റ്യൻ ടെസ്റ്റുകളിൽ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അല്ലേ സാർ? നമ്മുടെ ആപ്പിൽ, മൊബൈൽ ആപ്ലിക്കേഷൻസിൽ അതെ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടെന്ന് അതെ എനിക്ക് അതെ അതെ. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷന്റെ പ്രത്യേകതയാണ്, 1980 മുതൽ, അതായത് 90 മുതൽ 89, എക്സൽ പറയാം 89, 1989 മുതലുള്ള കേരള PSCയുടെ മുഴുവൻ ചോദ്യങ്ങൾ സോൾവ് ആയിട്ട്, ഒരു മുൻവർഷ ചോദ്യങ്ങൾ ഞാൻ അതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷെയർ ചെയ്യാം. അപ്പൊ ഇതില് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഇത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ നിങ്ങൾ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അതായത് ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റഡ് ഉണ്ട്, അപ്ഡേറ്റ് ചെയ്യാൻ അത് ചെയ്യുന്നുണ്ട്. ഡെയിലി കറണ്ട് അഫയേഴ്സ് 5 ചോദ്യങ്ങൾ അതിൽ കൊടുക്കുന്നുണ്ട്. 5 ചോദ്യങ്ങൾ, 5 ചോദ്യം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. മറ്റൊന്ന് ടെസ്റ്റ് സീരീസ് ആണ്. ടെസ്റ്റ് സീരീസ് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ, ഇപ്പോൾ ടെസ്റ്റ് സീരീസ് പഴയ മറ്റ് ബാച്ചുകളിലൊക്കെ ടെസ്റ്റ് സീരീസ് മൊബൈൽ ആപ്ലിക്കേഷനിലാണ് നടക്കുന്നത്. ഈ 10ാമത്തെ ബാച്ചിലെ ടെസ്റ്റ് സീരീസും ഉടനെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് മാറ്റും. അതുകൊണ്ട് ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ അതിലേക്ക് മാറ്റും. കാരണം എല്ലാവരുടെ ഡീറ്റെയിൽസ് കിട്ടണം. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ നിലവിൽ 8.5 ലക്ഷം യൂസേഴ്സ് ഉപയോഗിക്കുന്ന ഒരു കേരള PSC ആയിട്ട് ബന്ധപ്പെട്ട് 8.5 lakhs യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ LDCക്ക് വേണ്ടിയുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് കാണാം. അതിൽ വളരെ വ്യക്തമായിട്ട് LDCയുടെ മുഴുവൻ സബ്ജക്റ്റും റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അത് നിങ്ങൾക്ക് എടുത്ത് കാണാം. 12th ലെവൽ കോഴ്സ് വേണ്ടി, പിന്നെ ഡിഗ്രി ലെവലിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ കാണാം. അതുപോലെ LP UP അസിസ്റ്റന്റിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകളാണ്. അതിൽ ക്ലാസ് എടുത്തിരിക്കുന്നത് നിതിൻ സാറാണ്, നിതിൻ ചന്ദ്രബാബു സാർ. കഴിഞ്ഞ HSST എക്സാമിൽ 1ാം റാങ്ക് ആയിരുന്നു അദ്ദേഹം. ഓക്കെ, അതായത് ചൈൽഡ് സൈക്കോളജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ ഇതാണ്, ഇതിലിങ്ങനെ വീഡിയോ ക്ലാസ്സസ് ഉണ്ട്. വീഡിയോ ക്ലാസ്സസ്, സാമ്പിൾ വീഡിയോ, മലയാള ഭാഷ, ഭൂമിശാസ്ത്രം, സയൻസ്, മെന്റൽ എബിലിറ്റി, സിമ്പിൾ അരിത്തമെറ്റിക്, ജനറൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, എഡ്യൂക്കേഷൻ, സൈക്കോളജി, അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പൊ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എത്രയുണ്ട്, പ്രാക്ടീസ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതായത് LP UP തന്നെ 449 ക്ലാസ്സുകളുണ്ട്.
അപ്പൊ ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാമിലെ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അതെനിക്ക് ഹെൽപ്പ് ലൈനായിട്ട് ബന്ധപ്പെടണം. ഇതിന് ചെറിയൊരു പേയ്മെന്റ് ഉണ്ട്. കാരണം കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാമിലെ കുട്ടികൾക്ക് ചെറിയൊരു പേയ്മെന്റോട് കൂടെ ഇത് മൊബൈൽ ആപ്ലിക്കേഷൻ 1 ഇയറിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. ഇനി എന്തായാലും മറ്റൊന്നുള്ളത് LGSന്റെ LGS ഇതേപോലെ തന്നെ ഒപ്പം തന്നെ വീഡിയോ ക്ലാസ്സുകൾ മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ബുക്കുകളും കൂടെ അവൈലബിൾ ആണ്. ടെക്സ്റ്റ് ബുക്ക്, PSC ടെക്സ്റ്റ് ബുക്ക്. അതാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ടെക്സ്റ്റ് ബുക്ക്. കരിയർ ഗൈഡൻസ് ബ്യൂറോ, ആറ്റിങ്ങൽ കരിയർ ഗൈഡൻസ് ബ്യൂറോയുടെ ടെക്സ്റ്റ് ബുക്കുകളാണ്. പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ഇത് വളരെ സെക്യൂർഡ് ആയതുകൊണ്ടാണ്. സാറേ എനിക്ക് തോന്നുന്നു ഇത് കാണാൻ പറ്റില്ല. കാണാം സാറേ, കാണാൻ കാണാം. പറ്റില്ല. ഈ പക്ഷേ ഈ നോട്ട്സ് കാണാവോ? നോട്ട്സ് ലോഡ് ആവുന്നുള്ളൂ. എനിക്കൊരു ബ്ലാക്ക് കളറിലാണ് ഇപ്പൊ കാണുന്നത്. ബ്ലാക്ക് കളറിലാണെങ്കിൽ അത് കാണാൻ പറ്റില്ല. കാരണം സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെക്യൂർഡ് ആണ്, സെക്യൂരിറ്റി ഉള്ളതാണ്. ഓ യെസ് യെസ്, ഓക്കെ. ഓക്കെ ഓക്കെ. ഇതാണ് അതിന്റെ നോട്ട്സ്. അതായത് മൊത്തം നോട്ട്സ് ഇതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി ലൈവ് ക്ലാസ്സുകളുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ SI സബ് ഇൻസ്പെക്ടറുടെ സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കം ഇതിനകത്ത് വീഡിയോ ക്ലാസ്സുകളുണ്ട്. SI സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കം ഗണിതം, ഫാക്സ് ബോട്ടിന്റെ PSC 2020 കറണ്ട് അഫയേഴ്സ്, ഇൻഫർമേഷൻ സൈബർ ലോ, SI സ്പെഷ്യൽ ടോപ്പിക്സ് അതടക്കം, അതായത് IPC CRPC ഒക്കെ പറഞ്ഞ്. ഇനി സിവിൽ എക്സൈസ് ഓഫീസർ CO അതിനു വേണ്ടിയുള്ള ടോപ്പിക്സ് ഇതിനകത്തുണ്ട്. LSGS വീഡിയോ, അതായത് നമ്മൾ ഡിഗ്രി ലെവൽ, ഹയർ ലെവൽ എക്സാമിനുള്ളതുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, അതായത് ഫയർമാൻ, അതിനു വേണ്ടിയുള്ളതുണ്ട്. KSന്റെ കണ്ടന്റ് ഇതിൻ്റെ അകത്തുണ്ട്. അതേപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് CPO അതിനുള്ള വീഡിയോസും ഇതിൽ ലഭ്യമാണ്. ഓക്കെ. CPO സ്പെഷ്യൽ ടോപ്പിക്സ് അതേപോലെ തന്നെ ഇതിലുണ്ടാവും. ഓക്കെ. അപ്പൊ ടോട്ടലി ഈ ഒരു മുഴുവൻ പ്രോഗ്രാം, മുഴുവൻ കോഴ്സുകൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. അതായത് കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാമിൽ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു മുഴുവൻ പ്രോഗ്രാമുകളും, ഏത് പ്രോഗ്രാം ആണെങ്കിലും LDC, LPUP മൊത്തം പ്രോഗ്രാം, ഈ ഒരു വർഷത്തേക്ക് മുഴുവൻ പ്രോഗ്രാം നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നതാണ്. ഒരു ചെറിയ ഫീസോട്, വലിയ കാരണം സാധാരണ നമ്മൾ പുറത്ത് വാങ്ങുന്ന ഫീസല്ല, ചെറിയൊരു ഫീസോട് കൂടെ മാത്രം. അതായത് നിങ്ങൾക്കൊരു പ്രത്യേക ഓഫറിൽ ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാം. ഹെൽപ്പ് ലൈൻ നമ്പർ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാ ഇതിലും കാണാം. 7511175161 ഇത് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. മറ്റൊന്നില്ല, കറണ്ട് അഫയേഴ്സും ടെസ്റ്റ് സീരീസും മറ്റു കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ. ഞാൻ ഇതിൽ സ്ക്രീൻ ഷെയർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഓക്കെ. 1-2 ഡൗട്ട്സ് വന്നിട്ടുണ്ട്. LDC LGS സിലബസ് ഒരുപാട് ഡിഫറൻസ് ഉണ്ടോ? അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ, തിങ്കളാഴ്ച ഇവിടെ ഒരാൾ ചോദിച്ചതാണ്, തിങ്കളാഴ്ച നമ്മൾ അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അതെ, അതായത് LDCയും LGS സിലബസ്, LDC സിലബസിൽ PSCയിൽ വരുന്ന 22ഓളം മൈക്രോ ടോപ്പിക്സ് വ്യക്തമായിട്ട് LDC സിലബസിലുണ്ട്. എന്നാൽ LGSലേക്ക് വരുമ്പോൾ അവിടെ മെയിൻ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഇല്ല, അതുപോലെ ഇംഗ്ലീഷ് ഇല്ല, അതുപോലെ അങ്ങനെയുള്ള സിലബസിൽ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് സിലബസ് എടുത്ത് വേണമെങ്കിൽ അത് അനലൈസ് ചെയ്യാം. ഇനി തിങ്കളാഴ്ച നമ്മൾ കാണുന്നത്, തിങ്കളാഴ്ച നമ്മുടെ അക്കാഡമിക് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അപ്പൊ അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കൊണ്ടുവരാം. തീർച്ചയായിട്ടും അവരെ അറിയിക്കാം. ഒരു റെഫറൽ സ്കീം പോലെ നിങ്ങൾ അവരെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കൊരു ബെനിഫിറ്റ്, അതായത് നിങ്ങൾക്ക് അറിയാം, ഞാൻ ഈ പറഞ്ഞു ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അത് മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഒരു വർഷത്തേക്ക് കിട്ടും. നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അവർക്ക് കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാമിലേക്ക് കുറഞ്ഞൊരു എമൗണ്ടിൽ കൊണ്ടുവരാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ്, ഈ മൊബൈൽ ആപ്ലിക്കേഷൻ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും 1 ഇയറിലേക്ക്. നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഇത് റെഫർ ചെയ്യുമ്പോൾ അവർ ജോയിൻ ചെയ്ത്. ഓക്കെ. ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, തിങ്കളാഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് OMR ഷീറ്റിനെ എങ്ങനെ അറിയാം. ഇപ്പൊ നമ്മൾ ഇന്റലിജന്റ് ഓപ്ഷൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഇവിടെ കണ്ടു. OMR ഷീറ്റിനെ അറിയുന്ന കാര്യമുണ്ട്. അതായത് ഇതൊരു OMR എക്സാം ആണ്. OMR നിങ്ങൾ കണ്ടാൽ ആ ഒരു 4 ബബിൾസ് അല്ലെങ്കിൽ 4 ബബിൾ ചെയ്യാൻ പറ്റുന്നു. അതിന്റെ സൈഡിൽ ബാർകോഡുകളുണ്ട്. അങ്ങനെ OMR ഷീറ്റാണ്. OMR ഷീറ്റ് അറിയണം, അതൊന്ന്. ഇനി നമ്മൾ ഇത്രയും പണിയെടുക്കുന്ന മുഴുവൻ, അതായത് 4-5 മാസം പണിയെടുക്കുന്ന മുഴുവൻ നോക്കുന്ന ആരാണ്? ഒരു അധ്യാപനല്ല, ഒരു OMR റീഡറാണ്. അപ്പൊ അത് OMR റീഡറിനെ നമ്മൾ ബഹുമാനിക്കണം. അവൻ OMR റീഡർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് അവൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അവൻ OMR എക്സാമിന് സ്കാൻ ചെയ്യുന്നത് നിങ്ങൾ അറിയണം. ഇത് അറിഞ്ഞാൽ മാത്രമേ, കാരണം നമ്മൾ എഴുതാൻ പോകുന്ന ആൻസർ, നമ്മൾ ഇത്രയും നാൾ അറിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനെ അറിഞ്ഞു 2 ദിവസമായിട്ട്, സിലബസിനെ അറിഞ്ഞു, എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന അറിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യ പേപ്പർ ആൻസർ ഷീറ്റിനെ അറിയണം, അത് OMR ഷീറ്റിനെ അറിയണം. നമ്മളെ ആൻസർ നോക്കുന്നവനെ അറിയണം. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും, ഫൈനലി അവൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥനാവുള്ളൂ. ഒരു OMR റീഡർ കഴിഞ്ഞാലാണ് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥനാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് OMR റീഡറിനെ അറിയണം. ഈ കാര്യങ്ങൾ വരും ദിവസം, നമ്പർ കൗണ്ടുള്ള കാര്യമുണ്ട്, വരും ദിവസം നമ്മൾ കാണാം. ഇതൊക്കെ IIT JEE അതുപോലുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾ ആളുകൾ ഉപയോഗിച്ച കുറെ സ്കില്ലുകളും ടെക്നിക്കുകളാണ്. അപ്പൊ തിങ്കളാഴ്ച നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാവരും വരണം, നമുക്ക് കാണാം.
ഓക്കെ അശ്വിൻ സാർ, ഏതായാലും നമുക്കിവിടെ അവസാനിപ്പിക്കാം അല്ലേ? യെസ് തീർച്ചയായിട്ടും യെസ്. ഇവർക്ക് ഈ ഒരു 1.5 മണിക്കൂർ സെഷൻ, 4:30 മുതൽ 6 മണിയുള്ള സെഷൻ ബോർ അടിക്കാതെ അടിപൊളിയായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നത്. വളരെ കോൺഫിഡൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ രാവിലെ ഇനിയൊരു പ്രഭാതത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ. അശ്വിൻ സാർ പറഞ്ഞ പോലെ ഈ ദിവസത്തിൽ ഇനി ഇങ്ങനെ ഒരു ഒരു ബ്രഹ്മ മുഹൂർത്തം അല്ലെ ഒരു സുവർണ നിമിഷം ഇനി നിങ്ങൾക്ക് കിട്ടില്ല. ഇനി നിങ്ങൾ പതുക്കെ എണീറ്റ് കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ എണീറ്റ് വീടിന്റെ ഇതിലേക്ക് പോകുന്നു. അസ്വസ്ഥതകളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും, ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ ഇതുപോലെ സൈലന്റ് കാം ആൻഡ് ക്വയറ്റ് ഉള്ള ഇന്ത്യൻ ശാസ്ത്രം അനുസരിച്ച് യോഗി അതുപോലെ ഓക്കെ യോഗികളൊക്കെ പറയുന്ന പോലെ ഹിമാലയത്തിലൊക്കെ അവർ തപസ് അതിരാവിലെയുള്ള കാര്യം യോഗ ചെയ്യുന്നവരൊക്കെ ആയുർവേദത്തിൽ പറയുന്നത് ഈ പറയുന്ന 3:40 4 മണി 4:30 എന്നുള്ളത് ബ്രഹ്മമുഹൂർത്തം. കുറെ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കുക, കാണാൻ പറ്റും. ഓക്കെ, ലോക ചരിത്രത്തിൽ വിജയിച്ച എല്ലാവരും അവർ ഈ അതിരാവിലുള്ള അധ്വാനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. സ്റ്റീവ് ജോബ്സ് ആവട്ടെ, ഇപ്പോൾ ഇലോൺ മസ്ക് ആവട്ടെ. ഇനി മാത്രമല്ല ഇവിടെ APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിന്റെ അഗ്നിച്ചെറുകൾ പറഞ്ഞ അതിരാവിലുള്ള അധ്വാനം. ഓക്കെ, അതായത് ഈ നമുക്ക് ഒരു അങ്ങനെ തന്നെ ഇതുണ്ടല്ലോ. ഈ ഒരു ഓക്കെ, സമയത്ത് അതായത് ഉണരുന്ന പറഞ്ഞോളൂ. സാറേ, ഈ ഒരു സമയത്ത് ഉണരുന്ന ആൾക്കാർക്ക് മറ്റുള്ളവരെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു കാര്യമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെ അതെ അതെ. അതായത് ഇതേ ഉള്ളൂ, നമ്മൾക്ക് തന്നെ ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. അതായത് ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് വിൻസ് ദ ലൈഫ്. അതായത് നേരത്തെ കിടക്കുന്നവൻ നേരത്തെ എണീക്കുന്നവനും ജീവിതത്തിൽ വിജയിക്കുന്നുള്ളത് സത്യമായ കാര്യമാണ്. ഒരു പഴമൊഴിയായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ രാവിലെയുള്ള പ്രോഗ്രാം കേരളത്തിൽ ഒരു മത്സര പരീക്ഷ രംഗത്ത് നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് നമ്മുടെ മാത്രം സ്വകാര്യ അഹങ്കാരമാണ്. നിങ്ങൾ അതിന്റെ ഭാഗമാക്കായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇനി ഇത് റെക്കോർഡിംഗ് കാണാൻ നിൽക്കുന്നവരോട്, അതായത് ഇത്രയും പേര്, ഒരു 130ഓളം പേര് നമ്മളുടെ പ്രോഗ്രാമിലുണ്ട്. അതില് 70-80 പേരെ വന്നുള്ളൂ. അത് 10-40 റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ് കാണുന്നവരോട് ഞാൻ പറയാനുള്ളത്, നിങ്ങൾ റെക്കോർഡിംഗ് കണ്ട് സമയം കളയരുത്. നിങ്ങൾ ലൈവായിട്ട് വരിക, രാവിലെ എണീക്കാൻ നോക്കുക. രാവിലെ എണീക്കാൻ പറ്റാത്തവർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളുള്ള വീട്ടമ്മമാരായിരിക്കാം, അല്ലെങ്കിൽ രാത്രി നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ജോലിക്കാരായിരിക്കാം. ഇപ്പോൾ ഈ കിടന്ന് മൂടിപ്പതിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 10 മണിയായി റെക്കോർഡിംഗ് കാണാൻ വേണ്ടി ഇരിക്കുന്നവര്, നിങ്ങളോട് എനിക്ക് എന്താണ് പരിതാപം മാത്രമേ ഉള്ളൂ. പരിഭവം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യരുത്. രാവിലെ എണീറ്റ് അധ്വാനിക്കുക. നിങ്ങൾക്ക് ഈ ഒരു സർവീസ് നേടാൻ പറ്റും, ഗവൺമെന്റ് സർവീസ് നേടാൻ പറ്റും. ഓക്കെ, എന്നാലും ഞാൻ അധികം നീട്ടുന്നില്ല. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് പോട്ടെ. ഒരു ഫുൾ എനർജിയോടുകൂടി ഒരു വീക്കെൻഡ് ആകട്ടെ. കൂടുതൽ മോട്ടിവേഷനോടുകൂടെ, കൂടുതൽ എനർജിയോടുകൂടി. ഇൻട്രോഡക്ടറി പ്രോഗ്രാമിന്റെ ഒരു റിവ്യൂ കൂടെ എല്ലാവരും ഒന്ന് അല്ലേ സാറേ നമുക്കൊരു. തീർച്ചയായിട്ടും. നമ്മൾ ഇന്നത്തോടുകൂടി ഇൻട്രോഡക്ടറി പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബുധൻ, വ്യാഴം അതെ വ്യാഴം, വെള്ളി, ശനി നമ്മൾ ഒരുമിച്ച് വന്നു. ഇനി തിങ്കളാഴ്ച നമ്മൾ അക്കാഡമിക്കിലേക്ക് കടക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ അവസാനിപ്പിക്കാം അല്ലേ സാർ? അശ്വിൻ സാർ, നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കമന്റ്സ് നമ്മുടെ സ്റ്റാഫിനെ അറിയിക്കുക. ഞങ്ങൾ അറിയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് എവരിവൺ. ഓക്കെ, താങ്ക് യു.